കർത്താവിൻ്റെ തന്നെ തിരുനാമം ഈ നല്ല പ്രഭാതകാലം ഒരിക്കൽ കൂടെ മഹത്വപ്പെടുമാറാകട്ടെ. തിരുവചനവുമായിട്ട് വചനചിന്തകളുമായിട്ട് എല്ലാ ദിവസവും പ്രഭാതകാലം കടന്നു വരുന്നത് പോലെ ഒരു പ്രഭാതകാലം കൂടെ ദൈവസന്നിധിയിലേക്ക് ഈ ഓൺലൈൻ സർവീസിൽ വചനവുമായിട്ട് കടന്നു വരുവാൻ കർത്താവ് അനുവദിച്ച നല്ല സമയത്തെ ഓർത്ത് കർത്താവിന് നന്ദി പറയുകയാണ്. ജസ്റ്റേ നാളുകൾക്ക് ശേഷം കാണുവാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. കർത്താവ് സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. വലിയ ദൈവ സാന്നിധ്യം കൊണ്ട് ഈ ദിവസങ്ങളിൽ കർത്താവ് നമ്മളെ നിറയ്ക്കട്ടെ, വഴി നടത്തട്ടെ എന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു, ആഗ്രഹിക്കുന്നു. കർത്താവ് നമ്മളെ നിറയ്ക്കും നിറയ്ക്കും നിറയ്ക്കും. എല്ലാ മേഖലകളിലും സ്വർഗം നമ്മളെ നിറയ്ക്കാനിടയായിത്തീരും, നിറച്ച് വഴി നടത്താനിടയായിത്തീരും. ഒരുപാട് ആപത്തും അനർത്ഥങ്ങളും നമ്മുടെ കൺമുമ്പിൽ നമ്മുടെ കാതുകൾ കൊണ്ട് കേൾക്കുകയും കാണുകയും ചെയ്തൊരു സംഭവവിപുലമായ ഒരാഴ്ചക്കാലം നമ്മളെ വിട്ട് കടന്നു പോകാനിടയായി. ഈ ഒരാഴ്ചയുടെ അവസാന ദിവസം സാറ്റർഡേ മോർണിംഗിൽ തിരുവചനവുമായിട്ട് വചനചിന്തയുമായിട്ട് കടന്നു വരുവാൻ കർത്താവ് ബലപ്പെടുത്തിയുള്ളൂ. വളരെ പ്രാർത്ഥനയോടുകൂടി 1-2 വേദഭാഗങ്ങൾ സ്തോത്രം വായിച്ച് 1-2 ആത്മീയ ചിന്തകളെ ഷെയർ ചെയ്യുവാൻ ക്രിസ്തുവിൽ ശരണപ്പെടുകയാണ്. യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം സ്തോത്രം അതിൻ്റെ 19-ാമത്തെ വാക്യമാണ് ഈ പ്രഭാതകാലത്തെ ചിന്തയ്ക്ക് ആധാരമായി നമ്മൾ വായിക്കുവാൻ വേണ്ടി പോകുന്നത്. യോവേൽ പ്രവാചകന്റെ പുസ്തകം പഴയ നിയമം 19-ാം അധ്യായം 2-ാമത്തെ വാക്യം, 2-ാമത്തെ ഭാഗമാണ് ഇന്ന് പ്രഭാതകാലത്തെ ചിന്തയ്ക്ക് ആധാരമായി നമ്മൾ എടുക്കുക. വളരെ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കുമ്പോൾ ഈ തോമസ് സിസ്റ്റർ അജി സ്തോത്രം പ്രിയ ദേവദാസനെ കർത്താവ് സഹായിക്കട്ടെ. പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കുക. എന്നോടൊന്ന് സംസാരിക്കണമേ, എനിക്ക് വചനത്തെ രുചിച്ചറിയണം, വചനത്തിൻ്റെ വെളിപ്പാടുകളെ രുചിച്ചറിയണമെന്ന് ഹൃദയത്തിൽ ആഗ്രഹത്തോടെ ആയിരിക്കുന്നവർക്ക് വചനത്തിൻ്റെ വാതിലുകളെ, വചനത്തിൻ്റെ വെളിപ്പാടുകളെ കർത്താവ് തുറന്നു തരാനിടയായി തീരും. യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 19-ാമത്തെ വാക്യം 2-ാമത്തെ ഭാഗം ഇങ്ങനെ പറയുന്നു: ഞാൻ ഇനി നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്ന ആക്കുകയില്ല. യോവേൽ പ്രവചനം 2:19 2-ാമത്തെ ഭാഗം, 19-ാമത്തെ വാക്യം 2-ാമത്തെ ഭാഗം. ഞാൻ ഇനി നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്ന ആക്കുക ഇല്ല. സ്തോത്രം. ഒരു പ്രവചന ശബ്ദമായിട്ട് യോവേൽ ഇസ്രയേലിനെ നോക്കി വിളിച്ചു പറയുന്ന ശബ്ദമാണ്. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വോയിസാണ് നമ്മൾ ഇന്ന് പ്രഭാതകാലം കേൾക്കാനിടയായി തീർന്നത്. ഇനി നിങ്ങൾ ജാതികളുടെ ഇടയിൽ നിന്നാപാത്രം ആകുകയില്ല. നാമൻ പറഞ്ഞ ദൂതിനെ ഈ പ്രഭാതകാലം റിസീവ് ചെയ്യുക. ഇനി നിങ്ങളുടെ ഭവനം, നിങ്ങളുടെ തലമുറ, നിങ്ങൾക്ക് ഉള്ള യാതൊന്നും, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതം ഇന്നലകളിൽ ജാതികളുടെ മുമ്പിൽ നിന്നയായിരുന്നത് പോലെ ഇസ്രയേലെ ആരാധിക്കുന്നവനെ, സ്തുതിക്കുന്നവനെ, ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നവനെ, അഭിഷേകത്തെ ചുമക്കുന്നവനെ ഇനി നീ ജാതികളുടെ മുമ്പിൽ, ആ ദേശക്കാരുടെ മുമ്പിൽ, ആ ചാർച്ചക്കാരുടെ മുമ്പിൽ, അതേ സ്തോത്രം, നിന്നെ നിന്നയായി എണ്ണിയവരുടെ മുമ്പിൽ ഇനി നിന്നെ ഒരു നിന്നാപാത്രമായി ഞാൻ വിട്ടുകൊടുക്കുകയില്ല എന്നൊരു ഉറപ്പ് ഈ പ്രഭാതകാലം കർത്താവ് നമുക്ക് നൽകുകയാണ്. വളരെ 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 അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദഭാഗമാണ് ഈ ആഴ്ചയുടെ അവസാനത്തെ ദിവസക്കാലം കർത്താവ് നമുക്ക് നൽകാനിടയായിത്തീർന്നത്. അതിനെ അങ്ങ് ആത്മാവിൽ സ്വീകരിച്ചോണം, ഹൃദയത്തിൽ അങ്ങ് പതിച്ചോണം, പറഞ്ഞോണം: ഞാൻ ഇനി ജാതികൾക്ക് മുൻപിൽ നിന്നാപാത്രമാകത്തില്ല. എൻ്റെ തലമുറ ഇനി ജാതികൾക്ക് മുമ്പിൽ നിന്നാപാത്രമാകത്തില്ല. എൻ്റെ ഭവനം ഇനി ജാതികൾക്ക് മുമ്പിൽ നിന്നാപാത്രമാകത്തില്ല. മറ്റുള്ളവർക്ക് പറഞ്ഞ് ചിരിക്കുവാൻ തക്കവണ്ണം എൻ്റെ ഭവനവും എൻ്റെ വ്യക്തിപരമായ ജീവിതവും ഒരു വിഷയമാകത്തില്ല. ഇന്ന് പ്രഭാതകാലം ഈ ദൂത് ഞാൻ കേട്ട് തുടങ്ങുമ്പോൾ, അതിനെ ആമേൻ പറഞ്ഞു റിസീവ് ചെയ്യുമ്പോൾ എൻ്റെ ജീവിതത്തിന് ഒരു ട്രാൻസ്ഫർമേഷൻ, ഒരു ചേഞ്ച് സംഭവിക്കുക. മറ്റുള്ളവർ ആശ്ചര്യപ്പെടുന്ന രീതിയിൽ, മറ്റുള്ളവരുടെ കണ്ണുകൾക്ക് ആശ്ചര്യം കൂറുമാറാകുന്ന രീതിയിൽ ഒരു ചേഞ്ച് ഈ വേടിൽ കൂടെ, ഈ വചനത്തിൽ കൂടെ, ഈ വചന വെളിപ്പാടിൽ കൂടെ എൻ്റെ ലൈഫിൽ നടക്കുവാൻ പോകുകയാണെന്ന് ഈ പ്രഭാതകാലം വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ചലിക്കുന്ന ദൈവ വചനത്തിൻ്റെ സ്തോത്രം പ്രവൃത്തി, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ചലിക്കുന്ന ദൈവ വചനത്തിൻ്റെ ശക്തി ഈ പ്രഭാതകാലം ഈ വചനത്തിൽ കൂടെ നമുക്ക് വേണ്ടി ചലിക്കാനിടയായിത്തീരും. ഞാൻ ഇനി ജാതികൾക്ക് മുൻപിൽ ഒരു നിന്നാപാത്രമാകുകയില്ല. കർത്താവ് യഹോവയായ ദൈവം തൻ്റെ ജനത്തെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് യോവേൽ പ്രവാചകനിൽ കൂടെ പ്രവചന ശബ്ദമായിട്ട് പറയുകയാണ്, അവരോട് ഇടപെടുകയാണ്, അവരോട് സംസാരിക്കുകയാണ്. ഒരു 70 വർഷക്കാലം
കണക്കിൽ സ്തോത്രം പെടാത്ത രീതിയിൽ, അല്ലെങ്കിൽ കണക്കിൽ കുറിക്കാൻ പറ്റാത്ത രീതിയിൽ ജാതികൾക്ക്, ദൈവമില്ലാത്തവർക്ക്, അഭിഷേകമില്ലാത്തവർക്ക് നിങ്ങളൊരു നിന്ദാ വിഷയമായിരുന്നു. അവരുടെ അധരങ്ങൾക്ക് നിങ്ങളൊരു പരിഹാസ വിഷയമായിരുന്നു. അവരുടെ തെരുക്കോണുകളിലും അവരുടെ ആരാധനാലയങ്ങളിലും അവരുടെ ഭവനങ്ങളുടെ അകത്തളങ്ങളിലും അവരുടെ കുടുംബ സ്തോത്രം കൂട്ടായ്മകളുമൊക്കെ ഇസ്രായേലെ നീ ഒരു നിന്ദാവിഷയമായിരുന്നു. അവർ ചർച്ച ചെയ്യുന്നതൊക്കെ നിന്റെ വീഴ്ചയെക്കുറിച്ചാണ്, നിനക്കുണ്ടായിരുന്ന നഷ്ടത്തെക്കുറിച്ചാണ്, നിനക്കുണ്ടായിരുന്ന ദുഃഖത്തെക്കുറിച്ചാണ്, കഷ്ടതയെക്കുറിച്ചാണ്, പരിവട്ടത്തെക്കുറിച്ചാണ്. അവർക്ക് നീ സ്തോത്രം ഒരു സംസാര വിഷയമായിരുന്നു, അനുഗ്രഹത്തിന്റെ സംസാരമല്ല. അവർ പറഞ്ഞു ചിരിക്കത്തക്കവണ്ണ വിധം, അവർ പറഞ്ഞ് പരിഹസിക്കത്തക്കവണ്ണ വിധം, ഓ ജീസസ്, നീ ഒരു സ്തോത്രം നിന്നാ വിഷയമായിരുന്നു. കർത്താവ് പറയുകയാണ്, ഞാൻ അതിനെ ടേക്ക് ചെയ്യുകയാണ്. ഈ പ്രഭാതകാലം നിന്റെ ആ ലൈഫ് ഉണ്ടല്ലോ, സ്തോത്രം, പലർക്കും പറഞ്ഞു ചിരിക്കുവാൻ തക്കവണ്ണം നിന്നയായി തീർന്ന ആ ജീവിതം, അതിനെ ഞാനിങ്ങ് ടേക്ക് ചെയ്യുക, അതിനെ ഞാൻ കരത്തിലെടുക്കുക. ഇനി ഒരു ജാതിയും നിന്നെ ഒരു നിന്നാ വിഷയമായി കാണുവാൻ തക്കവണ്ണം ഞാൻ നിന്നെ വിട്ടുകൊടുക്കത്തില്ല. ആ ദൂതിനെ ഈ പ്രഭാതകാലം അവൻ തുടക്കത്തിൽ തന്നെ, വചന സന്ദേശത്തിന്റെ തുടക്കത്തിൽ തന്നെ ആത്മാവിൽ റിസീവ് ചെയ്തു. കർത്താവ് വചനത്തിൽ കൂടെ നമ്മളുടെ പ്രവചന ശബ്ദമായിട്ട് ഇടപെടുന്നു. നിങ്ങൾ ഇനി ഒരു മനുഷ്യനും നിന്നാ വിഷയമായി തീരുവാൻ എൻ്റെ സ്വർഗം അനുവദിക്കത്തില്ല. ഒരു ജാതിക്ക് മുമ്പിലും നിങ്ങളും നിങ്ങളുടെ ഭവനവും തലമുറയും നിന്നാ വിഷയമായി തീരുവാൻ എൻ്റെ കർത്താവ് അനുവദിക്കത്തില്ല. നീണ്ട 70 വർഷക്കാലം, വേദപുസ്തക ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ നീണ്ട 70 വർഷക്കാലം ബാബേലിന്റെ അടിമനുഖത്തിൽ കിടക്കുന്ന ഇസ്രായേൽ ജനം, സ്തോത്രം, ദൈവത്തെ വിട്ട്, ദൈവ സാന്നിധ്യത്തെ വിട്ട്, ദൈവത്തിന്റെ പ്രമാണത്തെ വിട്ട്, മോശയുടെ സകല ന്യായപ്രമാണങ്ങളെയും സ്തോത്രം വലിച്ചെറിഞ്ഞു കളഞ്ഞ് തങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം, ഇംഗിതപ്രകാരം ചലിച്ചിരുന്നതായ ഇസ്രായേൽ ജനത്തെ നീണ്ട 70 വർഷക്കാലത്തിന് അടിമനുഖത്തിലേക്ക് സർവശക്തനായ ദൈവം വിട്ടുകൊടുക്കാനിടയായി തീർന്നു. അവരുടെ മുൻപിൽ വെച്ചിരുന്ന പരിചയം അവൻ മാറ്റി, അവർക്കുണ്ടായിരുന്ന സംരക്ഷണ അവൻ മാറ്റി. ശത്രു കടന്നു വന്നപ്പോൾ അവരെ സംരക്ഷിക്കാത്ത വിധത്തിൽ ദൈവം തന്റെ മുഖത്തെ മറയ്ക്കാനിടയായി തീർന്നു. കാരണം അവർ ദൈവത്തെ വിട്ടകന്നു, അന്യദേവനെ ആരാധിക്കാനിടയായി തീർന്നു, പ്രമാണത്തെ വലിച്ചെറിഞ്ഞു കളഞ്ഞു, അഭിഷേകത്തെ കാര്യമായി കണ്ടില്ല, മഹത്വത്തെ കാര്യമായി കണ്ടില്ല. ദൈവം വേണ്ട, ദൈവ സാന്നിധ്യം വേണ്ട, പ്രാർത്ഥന വേണ്ട, ആരാധന വേണ്ട എന്ന് പറഞ്ഞ് ഇരുന്ന ഒരു കൂട്ടം ജനത്തെ ഇതാ ബാബേലിന്റെ അടിമനുഖത്തിലേക്ക് 70 വർഷക്കാലം യഹോവയായ ദൈവം വിട്ടുകൊടുക്കാനിടയായി. 70 വർഷക്കാലം ബാബേലിന്റെ അടിമത്തത്തിൽ കടന്ന ഇസ്രായേൽ ജനം നിസ്സാരമായ രീതിയിലല്ല അവരുടെ ജീവിതം നയിച്ചുകൊണ്ടിരിക്കാനിടയായി തീർന്നു. ചരിത്രകാരന്മാർ പറയുന്നു, വേദപണ്ഡിതന്മാർ പറയുന്നു, ഈ ബാബേലിന്റെ അടിമനുഖത്തിൽ കടന്ന ഇസ്രായേൽ ജനം ഇവരെ അടിമകളായിട്ട് പിടിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് ബാബേലിൽ ഉണ്ടായിരുന്ന അധികാരികൾ ഇവരെ ചിതറിച്ചു കളയാനിടയായി തീർന്നു. ഒരുമിച്ച് താമസിക്കുവാൻ സമ്മതിക്കാതെ വണ്ണം, ഒരുമിച്ച് പണ്ട് മിസ്രൈമിലായിരുന്നപ്പോൾ പുഷ്ടിവെച്ച് പുറത്തു വന്നതുപോലെ ഒരുമിച്ച് വിശ്വത്വം ആയിരിക്കാൻ കഴിയാതെ വണ്ണം അവരെ ചിതറിച്ചു കളയാനിടയായി തീർന്നു. ഈ അടിമനുഖത്തിലേക്ക് ഇസ്രായേൽ ജനത്തെ പിടിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് തന്നെ ശലോമോൻ രാജാവ് നിർമ്മിച്ച് ഉണ്ടാക്കിയതായി ഇസ്രായേലിന്റെ ആലയത്തെ ബാബേൽ സ്തോത്രം നിവാസികൾ, ബാബേൽ പ്രമാണികൾ, അല്ലെങ്കിൽ ബാബേലിന്റെ അധികാരികൾ നശിപ്പിച്ചു കളയാനിടയായി തീർന്നു. ആലയത്തെ നശിപ്പിച്ചു, ആരാധനയെ നശിപ്പിച്ചു, ദൈവത്തിന്റെ പ്രമാണത്തെ നശിപ്പിക്കാനിടയായി തീർന്നു. സ്തോത്രം, പലർക്കും ആ സ്തോത്ര പ്രവാസ കാലഘട്ടത്തിൽ ഭാര്യമാരെ നഷ്ടപ്പെട്ടു, ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ടു, തലമുറകളെ നഷ്ടപ്പെട്ടു. ചിലർക്ക് അവരുടെ കരങ്ങൾ നഷ്ടപ്പെട്ടു, ചിലർക്ക് അവരുടെ കൈകൾ നഷ്ടപ്പെട്ടു, കാലുകൾ നഷ്ടപ്പെട്ടു, ചിലർക്ക് ജീവിക്കുവാനുള്ള ആഗ്രഹം പോലും നഷ്ടപ്പെട്ട അവസ്ഥയിലേക്ക് അവരുടെ ജീവിതം മാറിമറിയുകയാണ്, മാറ്റം വരികയാണ്. സ്തോത്രം. എന്താ കാരണം? ദൈവം വേണ്ട എന്ന് പറഞ്ഞ്, അഭിഷേകം വേണ്ട എന്ന് പറഞ്ഞ്, സാന്നിധ്യം വേണ്ട എന്ന് പറഞ്ഞ്, ദൈവ വചനം വേണ്ട എന്ന് പറഞ്ഞ്, തങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം തങ്ങൾക്കിപ്പോൾ ലഭിക്കുന്നു എന്ന് പറഞ്ഞ്, സ്തോത്രം, എല്ലാം സ്മൂത്തായി നടന്നു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ആവശ്യമെന്ന, ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം എനിക്ക് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ദൈവത്തെ ഞാൻ ആരാധിക്കേണ്ട ആവശ്യകത എന്താ എന്നൊരു മെന്റാലിറ്റി ഉള്ളിൽ കയറിയപ്പോൾ, ജീസസ്, സ്തോത്രം, ദൈവത്തിന്റെ ആവശ്യകത എന്താണെന്ന്, ദൈവത്തിന്റെ പ്രാധാന്യത എന്താണെന്ന്, ദൈവത്തെ വിളിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണെന്ന്, പ്രമാണം ഹൃദയത്തിൽ കൊണ്ടു നടക്കേണ്ടതിന്റെ ആവശ്യകത എന്താണെന്ന് ഇസ്രായേലിനെ, ദൈവജനത്തെ, ആരാധിക്കുന്നവനെ, ആലയമുള്ളവനെ, പ്രമാണമുള്ളവനെ മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടി
ഒരു ടൈം പീരീഡിലേക്ക് എൻ്റെ ദൈവം അവരെ മറന്നു കളയാനിടയായി തീർന്നു. മറന്നു കളയുന്നത് അങ്ങനെ പറയുന്നത് ശരിയല്ല. അവരുടെ മുമ്പിൽ നിന്ന് സ്വർഗം തൻ്റെ മുഖത്തെ മറച്ചു വെക്കാനിടയായി തീർന്നു. നിലവിളിക്കുകയാണ് ഇപ്പോൾ ബാബേലിൽ കിടന്ന്. ഏതേ സ്തോത്രം തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു, ബാബേൽ സ്തോത്രം പ്രവാസത്തിൽ ഞങ്ങൾ ആയിരുന്നപ്പോൾ, സ്തോത്രം ബാബേൽ നദിയുടെ തീരത്തിൽ ഇസ്രായേൽ ജനങ്ങൾ ആയിരിക്കണം. ആ ഒരു വേദഭാഗം ശ്രദ്ധിച്ച്, ബാബേൽ നദിയുടെ തീരത്തിൽ ഞങ്ങൾ ആയിരുന്നു. സിയോനെ കുറിച്ച് ബാബേൽ നദിയുടെ തീരത്തിൽ ആയിരുന്നപ്പോൾ ഞങ്ങളുടെ ഉള്ളിലേക്ക് ഓർമ്മ കടന്നു വരാനിടയായി. സിയോനെ കുറിച്ച് ഞങ്ങൾ ഓർത്തപ്പോൾ ഞങ്ങൾക്ക് കരയാതിരിക്കാൻ കഴിയുന്നില്ല ദേവദാസനെ. യേശുവിന്റെ നാമത്തിൽ ബാബേൽ നദിയുടെ തീരത്തിൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ ചുറ്റും ബാബേൽ നിവാസികളുണ്ട്. അവർ ഞങ്ങളെ നോക്കി പരിഹസിക്കുന്നുണ്ട്, പരിഹാസ വാക്കുകൾ പറയുന്നുണ്ട്. അവരുടെ കണ്ണുകൾക്കും അവരുടെ അധരങ്ങൾക്കും ഞങ്ങൾ ഒരു നിന്നാപാത്രമാണ്. ഞങ്ങളുടെ ഭവനം ഒരു നിന്നാപാത്രമാണ്. ഞങ്ങളുടെ തലമുറകൾ ഒരു നിന്നാപാത്രമാണ്. ഞങ്ങളുടെ ആരാധന ആലയം ഒരു നിന്നാപാത്രമാണ്. ഞങ്ങളുടെ പ്രമാണങ്ങൾ ഞങ്ങളെ സ്തോത്രം മിസ്രൈമിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നതായ ഞങ്ങളുടെ പൂർവ്വ പിതാക്കന്മാരൊക്കെ അവരുടെ അധരങ്ങൾക്ക് ഇപ്പോൾ ഒരു നിന്നാപാത്രമാണ്. നടത്തിയ ദൈവം അവർക്കൊരു നിന്നാപാത്രമാണ്. ബാബേൽ നദിയുടെ തീരത്തിൽ സ്തോത്രം അവർ ഞങ്ങൾക്ക് നൽകിയ വേലയിൽ നിന്നും അല്പം ആശ്വാസം കണ്ടെത്തുവാൻ ഒന്നിരുന്നു. വിശ്രമത്തിനായിട്ടാണ് ഇരുന്നപ്പോൾ പെട്ടെന്ന് ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് സിയോനെ കുറിച്ചുള്ള ഓർമ്മ വരാനിടയായി. ഷെമനി സിയോനെ കുറിച്ച് ഞങ്ങൾ ഓർത്തു. സിയോനെ കുറിച്ച് ഓർത്തപ്പോൾ ഹൃദയത്തെ തടഞ്ഞു വെക്കാൻ കഴിയുന്നില്ല, കണ്ണുനീർ തടഞ്ഞു വെക്കാൻ കഴിയുന്നില്ല. അറിയാതെ തന്നെ സ്തോത്രം കണ്ണുകൾ നിറഞ്ഞ് കവിൾത്തടങ്ങളിൽ കൂടെ കണ്ണുനീർ പുറത്തേക്ക് ഒഴുകുകയാണ്. യേശുവിന്റെ നാമത്തിൽ ബാബേൽ നദിയുടെ തീരത്തിൽ ഞങ്ങൾ ഇരുന്നു. സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു. അവിടെ ആരാധന ഉണ്ടായിരുന്നു കേട്ടോ, അവിടെ മഹത്വം ഉണ്ടായിരുന്നു കേട്ടോ, അവിടെ ആലയത്തിൽ ദൈവ സാന്നിധ്യം ഇറങ്ങുമായിരുന്നു കേട്ടോ, അവിടെ പ്രവാചകന്മാരുണ്ടായിരുന്നു കേട്ടോ, അവിടെ പുരോഹിതന്മാരുണ്ടായിരുന്നു കേട്ടോ, അവിടെ യാഗം സംഭവിച്ചിരുന്നു കേട്ടോ. സ്തോത്രം അവിടെ ഏതു സമയത്തും സ്തോത്രം എപ്പോൾ വേണമെങ്കിലും ദൈവത്തിന്റെ സാന്നിധ്യത്തെ ആഗ്രഹിക്കുമ്പോൾ ഞങ്ങളോട് ഇടപെടുന്ന സ്വർഗീയനായ ഒരു പിതാവ് ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഞങ്ങൾക്ക് സ്തോത്രം നഷ്ടപ്പെട്ടെന്ന് ഞങ്ങളുടെ ആരാധന ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടെന്ന്, സാന്നിധ്യം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടെന്ന്, പ്രമാണം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടെന്ന്, പ്രവാചകന്മാരെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടെന്ന്, ശലോമോൻ യഹോവയുടെ സ്തോത്രം നിയന്ത്രണത്തിൽ പണി കഴിപ്പിച്ചതായ ആലയവും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടെന്നേ. അതൊക്കെ ഓർക്കുമ്പോൾ ഞങ്ങൾക്കിപ്പോൾ സ്തോത്രം ബാബേൽ നദിയുടെ തീരത്തിലിരിക്കുമ്പോൾ കരയുവാനല്ലാതെ, നിസ്സഹായതയോടെ കണ്ണുനീർ പൊഴിക്കുവാനല്ലാതെ വേറെ ഒന്നിനും കഴിയുന്നില്ലെന്നേ. യേശുവിന്റെ നാമത്തിൽ സ്തോത്രം ഞങ്ങൾ സിയോനെ ഓർത്തപ്പോൾ ഞങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞെന്നേ. കണ്ണുകൾ സ്തോത്രം നിറഞ്ഞൊഴുകുമ്പോൾ സ്തോത്രം അലരവൃക്ഷത്തിന് മേൽ ഞങ്ങളെ കിന്നരങ്ങളെ തൂക്കാനിടയായി തീർന്നു. സ്തോത്രം അലരവൃക്ഷങ്ങളിൽ കിന്നരങ്ങളെ തൂക്കിയിട്ടുകൊണ്ട് ബാബേൽ നദിയുടെ തീരത്തിൽ ഞങ്ങൾ ഇരിക്കുകയാണ്. കണ്ണുനീർ തോർന്ന ദിവസങ്ങളല്ലെന്നേ. എല്ലാ സമയത്തും കണ്ണുനീർ മാത്രമാണ്, എല്ലാ സമയത്തും കരച്ചിൽ മാത്രമാണ്. നഷ്ടപ്പെട്ട ദിനരാത്രങ്ങളെ ഓർത്ത്, നഷ്ടപ്പെട്ട തലമുറയെ ഓർത്ത്, നഷ്ടപ്പെട്ട സ്തോത്രം കൂട്ടുദാസിനെ ഓർത്ത്, ആരാധന ആലയത്തെ ഓർത്ത്, സാന്നിധ്യത്തെ ഓർത്ത്, വചനത്തെ ഓർത്ത്, നഷ്ടപ്പെട്ട നല്ല കാലത്തെ ഓർത്ത്. ഇന്ന് പ്രഭാതകാലം ഈ സാറ്റർഡേ മോർണിംഗിൽ അങ്ങനെ നഷ്ടങ്ങളെ ഓർത്ത് സ്തോത്രം വിലപിക്കുന്ന ചിലരുണ്ട്. ആരാധിക്കാൻ കഴിയാതെ, പ്രാർത്ഥിക്കാൻ കഴിയാതെ, തിരുവചനം വായിക്കാൻ കഴിയാതെ, ദൈവ സാന്നിധ്യത്തോട് അടുത്ത് നിൽക്കാൻ കഴിയാതെ ഇന്നലകളിൽ സംഭവിച്ച ഒരുപാട് നഷ്ടങ്ങളെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ചിലരുണ്ട് ഇന്ന് പ്രഭാതകാലം. യേശുവിന്റെ നാമത്തിൽ അവരോടാണ് വചനം ഇടപെടുന്നത്, അവരോടാണ് വചനം സംസാരിക്കുന്നത്, അവരോടാണ് ദൂത് ഇടപെടുന്നത്. അതേ സ്തോത്രം നീ കരഞ്ഞ ദിനരാത്രങ്ങളുണ്ടല്ലോ, അതേ ബാബേൽ നദിയുടെ തീരത്തിൽ ഞങ്ങളിരുന്നു. സിയോനെ ഓർത്തപ്പോൾ ഞങ്ങളുടെ കണ്ണ് നിറഞ്ഞെന്ന്. ദൈവം നടത്തിയ വഴികളെ ഓർത്തപ്പോൾ, ദൈവം ഞങ്ങളെ സന്ദർശിച്ച രീതികളെ ഓർക്കുമ്പോൾ, ദൈവം ഞങ്ങൾക്ക് അവൻ കൈമാറിയ നന്മകളെ ഓർത്തപ്പോൾ സ്തോത്രം ഞങ്ങളുടെ കണ്ണ് നിറഞ്ഞെന്ന്. ഇപ്പോൾ ദുരിതമാണ് കേട്ടോ, ഇപ്പോൾ സ്തോത്രം പരിഹാസമാണ് കേട്ടോ. പലരുടെയും കാതുകൾക്കും പലരുടെയും അധരങ്ങൾക്കും ഞങ്ങളൊരു പരിഹാസ വിഷയമാണ് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾക്ക് പാടാൻ കഴിയുന്നില്ലെന്നേ, അതുകൊണ്ട് ഞങ്ങൾക്ക് ആരാധിക്കാൻ കഴിയുന്നില്ലെന്നേ. അതുകൊണ്ട് അലരിവൃക്ഷങ്ങളുടെ മേൽ ഞങ്ങളുടെ കിന്നരത്തെ തൂക്കിയിട്ട് ബാബേൽ നദിയുടെ തീരത്തിൽ വിശ്രമത്തിനായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു കൂട്ടം സ്തോത്രം ബാബേൽ നിവാസികൾ ഞങ്ങളോട് അടുത്തോടി വന്നിട്ട് പറയുകയും, നിങ്ങൾ സിയോൻ ഗീതാവലിയിൽ ഏതെങ്കിലും ഒന്നൊന്ന് പാട്.
സ്തോത്രം. ഈ സ്തോത്രം നഷ്ടത്തിന്റെ അവസ്ഥയിലും ഈ കണ്ണുനീരിന്റെ അവസ്ഥയിലും ഈ ദുരിതത്തിന്റെ അവസ്ഥയിലും നിങ്ങളൊന്ന് പാട് സിയോൻ ഗീതാവലിയിൽ ഏതെങ്കിലും ഒന്ന്. സ്തോത്രം. നിന്റെ ദൈവത്തെ നിനക്ക് ഇപ്പോഴും മഹത്വപ്പെടുത്താൻ കഴിയുന്നുണ്ടോ? ഇപ്പോഴും അവൻ വിടുവിപ്പാൻ ശക്തനാണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? ഇപ്പോഴും അവൻ നിന്റെ വിഷയത്തിന് വേണ്ടി ഇറങ്ങി വരുമെന്ന് നീ ചിന്തിക്കുന്നുണ്ടോ? എങ്കിൽ അവനെ ഒന്ന് പാടി മഹത്വപ്പെടുത്തോ. ഷേമേ വൈഡകൽ കരാധന അതരഘടകലാധനെ ഷേമയിലേക്ക്. അതേ സ്തോത്രം. തിരുവചനം പറയുക ഇസ്രായേൽ ജനങ്ങൾ ഒരുമിച്ച് പറയുന്ന ഒരു ഭാഗമാണ്. അതേ സ്തോത്രം. ആ ബാബേൽ നദിയുടെ തീരത്തിൽ ഞങ്ങൾ ഇരുന്നപ്പോൾ അവർ ഒരുമിച്ച് വന്ന് ഞങ്ങൾക്ക് ചുറ്റും കൂടിയിട്ട് സ്തോത്രം അവൻ കുഞ്ഞാടിന്റെ ചുറ്റും ചെന്നായ്ക്കൾ എങ്ങനെ കടിച്ചു കീറുവാൻ കൂടുന്നുവോ അതുപോലെ സ്തോത്രം ബാബേൽ നിവാസികൾ ആ നദീതീരത്തിൽ വിശ്രമത്തിനായിട്ട് സമയത്തെ വെറുതിരിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ചുറ്റും കൂടിയിട്ട് ഞങ്ങളോട് പറയുക, ഒന്ന് പാടുന്നേ, നീയൊന്ന് പാടുന്നത് ഞങ്ങൾക്കൊന്ന് കാണണം, നീയൊന്ന് ആരാധിക്കുന്നത് ഞങ്ങൾക്കൊന്ന് കാണണം. സിയോനിലായിരുന്നപ്പോൾ ഭയങ്കര ചാട്ടമായിരുന്നല്ലോ, ഭയങ്കര ആരാധനയായിരുന്നു ല്ലോ. സ്തോത്രം. വാദോരാതെ ഈ ദൈവത്തെക്കുറിച്ച് നീ സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ ഈ പ്രതിസന്ധിയിലായിരിക്കുമ്പോൾ, ഈ സ്തോത്രം അടിമനുഖത്തിലായിരിക്കുമ്പോൾ, ഈ ബന്ധനത്തിലായിരിക്കുമ്പോഴും നീ ആ ദൈവത്തെക്കുറിച്ചൊന്ന് പാടുമോ? ഒന്ന് പാടാൻ നിനക്കൊന്ന് പറ്റുമോ? സ്തോത്രം സ്തോത്രം സ്തോത്രം. അപ്പോൾ നോക്കാം, നമ്മൾ ചരിത്രകാരന്മാർ പറയുകയാണ്, വേദപുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുക, അതെ അവർ ഞങ്ങളോട് പാടാൻ പറഞ്ഞു, പക്ഷെ ഞങ്ങൾക്ക് പാടാൻ കഴിയുന്നില്ലെന്നേ. ഞങ്ങൾ ജീവനുള്ള ദൈവമായ യഹോവയുടെ ഗാനം പാട്ട് അന്യദേശത്തിൽ എങ്ങനെയാ പാടുന്നത്? ഞങ്ങൾക്ക് പാടാൻ കഴിയുന്നില്ലെന്ന്. ഞങ്ങളുടെ ദൈവം കൈവിട്ടെന്ന്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പ്രഭാതകാലം നീ ആരാധിക്കാതിരിക്കുന്നത്, നീ പ്രാർത്ഥിക്കാതിരിക്കുന്നത്, നീ തിരുവചനം വായിക്കാതിരിക്കുന്നത്, നിന്റെ ഉള്ളിൽ ഒരു ചിന്ത കയറിയത് കൊണ്ട് എൻ്റെ ദൈവം കൈവിട്ടെന്ന്. ബാബേൽ പ്രവാസത്തിലിരുന്നപ്പോൾ ഇസ്രായേൽ ജനങ്ങൾ പറഞ്ഞതുപോലെ എൻ്റെ ദൈവം കൈവിട്ടെന്നേ, എൻ്റെ ദൈവം കൈവിട്ടെന്നേ. അതുകൊണ്ട് എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ലെന്നേ, അതുകൊണ്ട് എനിക്ക് ആരാധിക്കാൻ കഴിയുന്നില്ലെന്നേ, അതുകൊണ്ട് എനിക്ക് ദൈവസന്നിധിയിലേക്ക് ഓടിയെത്താൻ കഴിയുന്നില്ലെന്നേ, വചനം വായിക്കാൻ കഴിയുന്നില്ലെന്നേ. എൻ്റെ ഉള്ളിൽ എന്നെ ഭരിക്കുന്ന ഒരു ചിന്ത, എൻ്റെ ദൈവം എന്നെ കൈവിട്ടെന്ന്. യേശുവിന്റെ നാമത്തിൽ ഇസ്രായേൽ പറയുക, ഞങ്ങൾക്ക് പാടാൻ കഴിയുന്നില്ല. അവരാവർത്തിച്ച് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണ്. ഞങ്ങളുടെ ഇപ്പോഴത്തെ ജീവിത സാഹചര്യം കണ്ടിട്ട് ഞങ്ങളുടെ തലമുറയെ നോക്കുമ്പോൾ ഞങ്ങൾക്ക് പാടാൻ കഴിയുന്നില്ല. സ്തോത്രം. കൂട്ടുദാസിയെ നോക്കുമ്പോൾ പാടാൻ കഴിയുന്നില്ല, കൂട്ടുദാസനെ നോക്കുമ്പോൾ പാടാൻ കഴിയുന്നില്ല, ആരാധന ആലയത്തെ നോക്കുമ്പോൾ പാടാൻ കഴിയുന്നില്ല, ആത്മീയ കണ്ടീഷനെ നോക്കുമ്പോൾ പാടാൻ കഴിയുന്നില്ല, സാമ്പത്തിക അവസ്ഥയെ നോക്കുമ്പോൾ പാടാൻ കഴിയുന്നില്ല, ശാരീരിക അവസ്ഥയെ നോക്കുമ്പോഴും പാടാൻ കഴിയുന്നില്ല, ആരാധിക്കാൻ കഴിയുന്നില്ല, പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ലേ. ഇന്ന് പ്രഭാതകാലം സ്തോത്രം ദൈവം കൈവിട്ടെന്നുള്ള ചിന്തയോടെ എന്നെ കേൾക്കുന്ന ചിലർ സ്തോത്രം കൈവിട്ടിട്ടില്ല കേട്ടോ, അവൻ മറന്നിട്ടില്ല കേട്ടോ. യേശുവിന്റെ നാമത്തിൽ തിരുവചന ചരിത്രവും നമ്മളെ വിളിച്ചറിയിക്കുന്ന ഒരു സത്യമുണ്ട്. ബാബേൽ പ്രവാസത്തിൽ 70 വർഷക്കാലമായിരുന്ന ഇസ്രായേൽ ജനം പ്രവാസത്തിലേക്ക് പോയതുപോലെ അല്ല പ്രവാസത്തിൽ നിന്ന് തിരിച്ചു വരുന്നത്. സ്തോത്രം 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 സ്തോത്രം. ആ അടിമതുഖത്തിലേക്ക് പോയതുപോലെയല്ല ആ അടിമതുഖത്തിൽ നിന്ന് തിരിച്ചു വരുന്നത്. പിടിച്ചു മനസ്സിലാക്കിക്കോ, ദൂതിനെ മനസ്സിലാക്കിക്കോ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ആ നദിക്കരയിൽ ഇരുന്നപ്പോൾ ഓർത്തന്നേ, ഞങ്ങൾക്കുണ്ടായിരുന്ന നല്ല കാലത്ത് ഞങ്ങൾ ഓർത്തന്നേ. ഇപ്പോൾ പാടാൻ ആഗ്രഹമുണ്ടെങ്കിലും പാടാൻ കഴിയുന്നില്ലെന്നേ, ആരാധിക്കാൻ ആഗ്രഹമുണ്ടായിട്ടും ആരാധിക്കാൻ കഴിയുന്നില്ലെന്നേ, പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടായിട്ടും പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ലെന്നേ. ഞങ്ങളുടെ നല്ല കാലമെല്ലാം നല്ല സമയമെല്ലാം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടെന്നേ, പ്രായമധികമായെന്നേ. സ്തോത്രം. ഇപ്പോൾ പണ്ടത്തെ പോലെ പാടാൻ കഴിയുന്നില്ല, ആരാധിക്കാൻ കഴിയുന്നില്ല, പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, ദൈവ സന്നിധിയോട് ചേർന്ന് ജീസസ്. സമയം എൻ്റെ കയ്യിൽ നിന്ന് കടന്നുപോയെന്നേ. എനിക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത രീതിയിൽ, എനിക്ക് ചെന്നെത്താൻ കഴിയാത്ത രീതിയിൽ, എനിക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിൽ എൻ്റെ കരത്തിൽ നിന്ന് എൻ്റെ പ്രായം വിട്ടുപോയെന്നേ. യേശുവിൻ്റെ നാമത്തിൽ എന്തോ എനിക്കറിയത്തില്ല. അങ്ങനെ ഒരു ദൂതിനെ സ്തോത്രം വചനത്തിൽ കൂടെ ദൈവത്തിൻ്റെ ആത്മാവ് കൈമാറുന്നു. നിനക്ക് ഒത്തിരി പ്ലാനും പദ്ധതികളും നിന്റെ കരച്ചിലുണ്ട്. അതേ ജീവിതത്തെക്കുറിച്ചും ജീവിതത്തിൽ വരുന്ന ദിവസങ്ങളിൽ ചെയ്തെടുക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമുള്ള ഒരുപാട് പ്ലാനും പദ്ധതികളും നിന്റെ കരത്തിലിരിക്കുമ്പോൾ, പ്ലാനും പദ്ധതികളും ചെയ്ത് തീർക്കുവാനുള്ള സമയം നിന്റെ കരത്തിലില്ല, അതിനുള്ള സോഴ്സ് നിന്റെ കരത്തിലില്ല. ശേലേ മനഘടക വൈഡകൽ കരാധന. ഇത് ചെയ്തു കഴിഞ്ഞാൽ നിന്റെ ജീവിതം സക്സസ് ആകുമെന്ന്, ഇത് ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് വിജയത്തോടെ മുൻപോട്ട് പോകാമെന്നും നിനക്കറിയാം. അത് വഴി നിന്റെ മുമ്പിൽ തുറന്നു കിടപ്പുണ്ട്. പക്ഷേ അത് ചെയ്തു തീർക്കുവാൻ തക്കവണ്ണം, അതിൽ ഓടി എത്തുവാൻ തക്കവണ്ണം സമയം നിന്റെ കയ്യിലില്ല. ജീസസ്. ഇന്ന് പ്രഭാതകാലം അങ്ങനെ ചിന്തിക്കുന്ന ചിലർക്ക് വേണ്ടി എന്റെ സ്വർഗം പറയുക, യേശുവിന്റെ നാമത്തിൽ മറ്റുള്ളവൻ സ്തോത്രം ഓടിയെത്തിയ സമയം സ്തോത്രം നിനക്ക് വേണ്ട.
ഞാൻ നിന്റെ കാലുകൾക്ക് വേഗമായിട്ട് ഈ ദിവസങ്ങളിൽ എൻ്റെ സാന്നിധ്യത്തെ ചലിപ്പിക്കുവാൻ വേണ്ടി പോകുകയാണ്. അതേ സ്തോത്രം എപ്പോഴും പറയുന്നത് പോലെ പടയ്ക്ക് നേരെ സ്തോത്രം ഭയപ്പെടാതെ, സ്തോത്രം പടക്കൂട്ടത്തെ സ്തോത്രം ഭയപ്പെടാതെ, അതിനെ കൂശാതെ യുദ്ധ തുറമുഖത്തേക്ക് പാഞ്ഞെടുക്കുന്ന മനോഹര തുരകം പോലെ നിന്റെ കാലുകൾക്ക് എൻ്റെ ദൈവം ബലം നൽകുവാൻ വേണ്ടി പോകുകയാണ്. സ്തോത്രം മറ്റുള്ളവൻ 30 വർഷം കൊണ്ട് ഓടിയെത്തിയത് സ്തോത്രം 3 വർഷം കൊണ്ട് ഓടിയെത്തുവാൻ ആ ദൂതിനെ പിടിക്കുന്നവർ ആത്മാവിൽ ആമേൻ പറഞ്ഞു, ആമേൻ പറഞ്ഞു. സമയമില്ലെന്നാണോ നീ പറയുന്നത്? മറ്റുള്ളവൻ 30 വർഷം കൊണ്ട് ഓടിയെടുത്തത് 3 വർഷം കൊണ്ട് ഓടിയെടുക്കാൻ യേശുവിന്റെ നാമത്തിൽ നിന്റെ കാലുകൾക്ക് എൻ്റെ ദൈവം സ്തോത്രം തന്റെ അഭിഷേകം കൊണ്ട് ബലം നൽകുവാൻ വേണ്ടി പോകുക. അത് ആശ്വസിച്ചേ, ബലം നൽകുവാൻ വേണ്ടി പോകുക. നീ ഓടുവാൻ വേണ്ടി പോകുക, നീ ഓടുവാൻ വേണ്ടി പോകുക, നീ ഓടുവാൻ വേണ്ടി പോകുക. അതേ സ്തോത്രം. ഇതാ ഒരുവൻ കുന്നൊന്ന്, കുന്ന് 2, കുന്ന് 3 എന്ന് പറഞ്ഞ സ്തോത്രം ഒരു സ്തോത്രം സമയപരിധി മുഴുവൻ ഇസ്രയേലിന് ജയിക്കാൻ കഴിയാത്ത ഒരു കൂട്ടത്തെ ഒറ്റ കൈകൊണ്ട് സ്തോത്രം ഒറ്റ കൈകൊണ്ട് അതേ പച്ച താടിയെല്ലുകൊണ്ട് ശത്രുവിനെ തകർത്തെറിഞ്ഞ് മുൻപോട്ട് ചലിച്ചതുപോലെ ചിലരുടെ കാലുകൾക്ക് ഈ ദിവസങ്ങളിൽ എൻ്റെ ദൈവം സ്തോത്രം ബലം നൽകുക. ഓടുവാൻ 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 സ്തോത്രം. അതൊന്നും കൂടെ പറയുന്നു. മറ്റുള്ളവൻ 30 വർഷം കൊണ്ട് നേടിയെടുത്തത് 3 വർഷം കൊണ്ട് നേടിയെടുക്കാൻ മറ്റുള്ളവൻ 12 മാസം കൊണ്ട് നേടിയെടുത്തത് 6 മാസം കൊണ്ട് നേടിയെടുക്കുക. നിന്റെ ടൈമിനെ എൻ്റെ ദൈവം ഷിഫ്റ്റ് ചെയ്യുക. നിന്റെ ടൈമിനെ എൻ്റെ ദൈവം ഷിഫ്റ്റ് ചെയ്യുക. സമയമില്ലെന്നാണോ നീ പറയുന്നത്? ഓടിയെത്താൻ കഴിയത്തില്ലെന്നാണോ നീ പറയുന്നത്? എല്ലാം കൈവിട്ടു പോയെന്നാണോ നീ പറയുന്നത്? അതേ ബാബേലിൽ സ്തോത്രം, ബാബേലിൽ ഇരിക്കുന്ന അതേ സ്തോത്രം അവൻ അടിമനുഖത്തിലിരിക്കുന്ന ഇസ്രായേലിൽ, നോ, ഞാൻ നിന്നെ മറന്നിട്ടില്ല കേട്ടോ, ഞാൻ നിന്നെ മറന്നിട്ടില്ല. അടിമനുഖത്തിലേക്ക് നീ കടന്നു പോയതുപോലെയല്ല അവിടെ നിന്ന് നീ തിരിച്ചു വരുവാൻ വേണ്ടി പോകുന്നത്. നീ സ്തോത്രം അടിമനുഖത്തിലേക്ക് നഷ്ടവും കഷ്ടവും ദുരിതവും ദുഃഖവും വേറിയിട്ടാണ് കടന്നുപോയത്. അടിമനുഖത്തിൽ നിന്ന് നീ തിരിച്ചു വരുമ്പോൾ മഹത്വത്തോടെ ഇന്ന് പകൽക്കാലം ഈ ദൂത് എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? മഹത്വത്തോടെ മടങ്ങി വരാൻ ഇടയായിത്തീരും. മഹത്വത്തോടെ അവൻ മടങ്ങി വരും. നീ പോയതുപോലെ അല്ല തിരിച്ചു വരുന്നത്, നീ വീണതുപോലെ അല്ല എഴുന്നേൽക്കുവാൻ വേണ്ടി പോകുന്നത്. ആമേൻ പറഞ്ഞു യേശുവിന്റെ നാമത്തിൽ. ആശ സിസ്റ്ററെ, അതേ സിസ്റ്ററെ, യേശുവിന്റെ നാമത്തിൽ. ഗീത കുഞ്ഞുമോൻ ആമേൻ പറഞ്ഞു യേശുവിന്റെ നാമത്തിൽ. ക്രിസ്തുവിന്റെ സഹോദരങ്ങളെ, എന്നെ ആത്മാവിൽ ഇന്ന് പ്രഭാതകാലം ഈ വചനം കേൾക്കുന്ന സഹോദരങ്ങളെ, ആത്മാവിൽ ആ ദൂതിനെ റിസീവ് ചെയ്തു. നീ വീണതുപോലെ അല്ല എഴുന്നേൽക്കുന്നത്. ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് ആത്മാവിന്റെ അടിയേറ്റൊരുത്തൻ വീഴുകയാണ്. വീഴുന്നത് വരെ അവന്റെ പ്ലാനും പദ്ധതിയും സ്തോത്രം അവന്റെ ബുദ്ധിക്കും ശക്തിക്കും അവൻ അറിവിനും അനുസരിച്ചായിരുന്നു. എന്നാൽ ആത്മാവിന്റെ അടി കൊണ്ട് വീണവൻ എഴുന്നേറ്റപ്പോൾ അവന്റെ ബുദ്ധിയും ശക്തിയും ജ്ഞാനവും ഒക്കെ മറിച്ചു കളഞ്ഞിട്ട് തന്റെ വീലിലേക്ക്, തന്റെ പദ്ധതിയിലേക്ക്, തന്റെ മാസ്റ്റർ പ്ലാനിലേക്ക് അവനെ തിരിച്ചു കയറ്റിയ ഒരു ദൈവത്തെയാ ഇന്ന് പ്രഭാതകാലം ഞാൻ പ്രസംഗിക്കുന്നത്, ഞാൻ ആരാധിക്കുന്നത്. ചിലരുടെ ടൈമിനെ ദൈവം ഷിഫ്റ്റ് ചെയ്യുകയാണ് ഈ പ്രഭാതകാലം. ഓ ജീസസ് 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 ജീസസ്. വീണതുപോലെ അല്ല നീ എഴുന്നേൽക്കുവാൻ വേണ്ടി പോകുന്നത് പൗലോസേ. സ്തോത്രം സഭയെ മുടിക്കുവാനും നശിപ്പിക്കുവാനും, സ്തോത്രം അപ്പോസ്തലന്മാരെ മുടിക്കുവാനും നശിപ്പിക്കുവാനും, ക്രിസ്തു എന്ന നാമത്തെ പ്രസംഗിക്കുന്നവരെ ഇല്ലായ്മ ചെയ്യുവാനുമാണ് നീ ചലിച്ചതെങ്കിൽ ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് നിനക്കൊരു പിടി വീഴുന്നുണ്ട് കേട്ടോ, നിനക്കൊരു പിടി വീഴുന്നുണ്ട് കേട്ടോ. ആ പിടിയിൽ നീ വീഴും. ആ പിടിയിൽ നീ വീണ് കഴിയുമ്പോൾ എഴുന്നേൽക്കുന്നത് വീണതുപോലെയല്ല. ഈ പ്രഭാതകാലം ഈ ദൂത് കേൾക്കുന്ന എത്ര പേരുണ്ട്? സ്തോത്രം സ്തോത്രം. നിന്റെ പ്ലാനും പദ്ധതിയും പ്രകാരം സ്തോത്രം നീ ഒരുപാട് ചലിച്ചു, ഒരുപാട് ഓടി, ഒരുപാട് അധ്വാനിക്കാൻ ഇടയായിത്തീർന്നു. എന്നാൽ എവിടെയോ ഒരു വീഴ്ച സംഭവിച്ചു. എഴുന്നേൽക്കാൻ പറ്റാത്ത രീതിയിൽ വീഴ്ച സംഭവിച്ചു. ഈ പ്രഭാതകാലം ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് വ്യക്തിപരമായി ദൂത് പറയുന്നു. അതേ വ്യക്തികളെ വിവേചിച്ചു പറയുന്നു. നിന്റെ മേൽ സാന്നിധ്യം ഇറങ്ങുമ്പോൾ നീ എഴുന്നേൽക്കും. വീണതുപോലെ അല്ല നീ എഴുന്നേൽക്കുന്നത്, വീണതുപോലെ അല്ല നീ എഴുന്നേൽക്കുന്നത്, വീണതുപോലെ അല്ല നീ എഴുന്നേൽക്കുന്നത്. അതേ പ്രവാസത്തിലേക്ക് പോയതുപോലെ അല്ല ഇസ്രായേലേ നീ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വരുന്നത്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. സീനായുടെ മുകളിലേക്ക് സ്തോത്രം മോശ കയറിപ്പോയതുപോലെ അല്ല അവൻ ഇറങ്ങി വരുന്നത്. വചനം പറയുന്നു, കയറിപ്പോയപ്പോൾ മോശയുടെ മുഖത്ത് എല്ലാവർക്കും നോക്കാൻ കഴിഞ്ഞു. എന്നാൽ സ്തോത്രം സീനായുടെ മുലമുകളിൽ നിന്ന് തിരിച്ച് ഇറങ്ങി വന്ന മോശയുടെ മുഖത്തേക്ക് നോക്കുവാൻ ഒരു മനുഷ്യനും കഴിഞ്ഞില്ല. കയറിപ്പോയതുപോലെ അല്ല അവൻ ഇറങ്ങി വന്നത്, കയറിപ്പോയതുപോലെ അല്ല അവൻ ഇറങ്ങി വന്നത്. യേശുവിന്റെ നാമത്തിൽ. പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ മരുഭൂമിയിലേക്ക് കർത്താവിനെ ആത്മാവും നയിക്കാനിടയായി തീർന്നു. മരുഭൂമിയിലേക്ക് കടന്നു പോയതുപോലെ അല്ല കർത്താവ് മരുഭൂമിയിൽ നിന്ന്
ഓ, തിരിച്ചു വന്നത് ഈ പകൽക്കാലം ഈ ദൂത് എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? നിന്റെ ലൈഫിന്റെ അടുത്ത ഷിഫ്റ്റിലേക്ക്, യേശുവിന്റെ നാമത്തിൽ അടുത്ത ഷിഫ്റ്റിലേക്ക് സ്തോത്രം. ആള് മാറിയതുപോലെ അതെ ജോന സിസ്റ്ററെ, അതെ അശ്വതി സിസ്റ്ററെ, അവൻ വിശ്വസിച്ച ആള് മാറിയതുപോലെ നിന്റെ ലൈഫിന്റെ മേജർ മൂവിലേക്ക് അടുത്ത ഒരു ഷിഫ്റ്റിലേക്ക് സ്തോത്രം കയറി പോയതുപോലെ അല്ല അവൻ ഇറങ്ങി വരുന്നത്. ആള് മാറിയവനെ പോലെ അവന്റെ മുഖത്ത് നോക്കി ഒരു മനുഷ്യനും സംസാരിക്കാൻ കഴിയാതെ വണ്ണം അവന്റെ മുഖം മുഴുവൻ തേജസ് വാരി ചുറ്റിയെന്ന് വചനം പറയുന്നു. യേശുവിന്റെ നാമത്തിൽ നിസ്സാരനായ ഒരു മനുഷ്യനെ കുറിച്ചാണ് വചനം പറയുന്നത്. അവന്റെ ത്വക്ക് അവൻ തേജസ് കൊണ്ട് നിറയപ്പെടാനിടയായി തീർന്നു. യേശുവിന്റെ നാമത്തിൽ അവന്റെ മുഖം തേജസ് കൊണ്ട് നിറയപ്പെട്ടു. ഒരു മനുഷ്യനും മുഖാമുഖം നോക്കി നിന്ന് സംസാരിക്കാൻ കഴിയാതെ വണ്ണം അവന്റെ ശരീരത്തിന് ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചു, അവന്റെ സംസാരത്തിന് ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചു, അതെ അവന്റെ മിനിസ്ട്രിക്ക് ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചു, അവന്റെ ജീവിതത്തിന് ചേഞ്ച് സംഭവിച്ചു. കയറി പോയതുപോലെയല്ല ഇറങ്ങി വരുന്നത്, വീണതുപോലെയല്ല പൗലോസ് നീ എഴുന്നേൽക്കുന്നത്. മോശയെ നീ സീനായിൽ കയറിയതുപോലെ അല്ല ഇറങ്ങി വരുന്നത്. അതേ കർത്താവ് മരുഭൂമിയിൽ കടന്നു പോയതുപോലെയല്ല തിരിച്ചു വരുന്നത്. സ്തോത്രം. ഇന്നലകളിൽ സംസാരിച്ചവർക്ക് അധികാരം അവൻ കണ്ടില്ല കേട്ടോ, അവന്റെ നാവിന് മേലുള്ള അധികാരം അവർക്ക് മനസ്സിലായില്ല. ജ്ഞാനമുള്ളവനായിരുന്നു, എന്നാൽ മരുഭൂമിയിൽ സ്തോത്രം കടന്ന് 40 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അധികാരമുള്ളവനായിട്ട് ആത്മാവിന്റെ ശക്തിയോടുകൂടി അവൻ ഗലീലയിലേക്ക് മടങ്ങി വന്നേ. ആത്മാവിന്റെ ശക്തിയോടുകൂടെ പോയതുപോലെ അല്ല അവൻ തിരിച്ചു വരുന്നത്, പോയതുപോലെ അല്ല. ഓ, യേശുവിന്റെ നാമത്തിൽ ഈ പ്രഭാതകാലം മനസ്സിലാക്കി. കഴിഞ്ഞ സീസണിൽ, കഴിഞ്ഞ മാസത്തിൽ, കഴിഞ്ഞ 3 മാസത്തിൽ നീ ആയിരുന്നത് പോലെയല്ല ഇനി അടുത്ത ദിവസങ്ങളിൽ, അടുത്ത മാസത്തിൽ നിന്റെ ലൈഫ് ആകുവാൻ വേണ്ടി പോകുന്നത്. ഈ പ്രഭാതകാലം മാമിൻ പറഞ്ഞ് അതിന് റിസീവ് ചെയ്തിട്ടുണ്ട്. മേജർ ഷിഫ്റ്റ്, ആ വേർഡ് ആവർത്തിച്ച് പറയുന്നത് മേജർ ഷിഫ്റ്റ്. ആള് മാറിയവനെ പോലെ നിന്റെ സംസാരം മാറുകയാ, നിന്റെ ബന്ധങ്ങൾ മാറുകയാ, നിന്റെ സ്തോത്രം ബിസിനസ് മേഖല മാറുകയാ, നിന്റെ ആത്മീയ മേഖല മാറുകയാ, ആത്മാവിലുള്ള ബന്ധങ്ങൾ മാറുകയാ. യേശുവിന്റെ നാമത്തിൽ അവൻ അധികാരമുള്ളവനായി മടങ്ങി വന്നതുപോലെ അഭിഷേകത്തിന്റെ പിടി വീണ് കഴിഞ്ഞപ്പോൾ ഒരുവൻ ദൈവരാജ്യത്തിന്റെ ഉപയോഗത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി അവന്റെ പ്ലാനും പദ്ധതികളും എല്ലാം കൊളാപ്സ് ആയിട്ട് ദൈവിക പദ്ധതിയിലേക്ക് ഒരുവൻ കയറിയതുപോലെ ചിലർ ഇന്ന് പ്രഭാതകാലം എഴുന്നേൽക്കുന്ന പകൽക്കാലമാ, ചിലർ മടങ്ങി വരുന്ന, തിരിച്ചു വരുന്ന പകൽക്കാലമാ, ചിലർ സീനായിൽ നിന്ന് ഇറങ്ങി വരുന്ന, ചിലരുടെ സീനായി അവിശ്വത്രം വെളിപ്പെടുന്ന പകൽക്കാലമാ, ചിലരുടെ ദമസ്കോസ് വെളിപ്പെടുന്ന പകൽക്കാലമാ, ചിലരുടെ മരുഭൂമി വെളിപ്പെടുന്ന പകൽക്കാലമാ, അതേ ചിലരുടെ അമിഷ്ടോത്രം മടങ്ങി വരവ് വെളിപ്പെടുന്ന പകൽക്കാലമാ. വിശ്വസിച്ചു യേശുവിന്റെ നാമത്തിൽ. പോയതുപോലെയല്ല 70 വർഷക്കാലം അമിഷ്ടോത്രം ബാബേലിലായിരുന്നത് പോലെ അല്ല ഇസ്രായേലേ, നീ മടങ്ങി വരുന്നത് മഹത്വത്തോടുകൂടെയാണ്. നിനക്ക് പറയുവാൻ ഒരുപാട് സാക്ഷ്യം നിന്റെ തോളിൽ പേറിക്കൊണ്ടാണ് നീ മടങ്ങി വരുവാനിടയായിത്തീരുന്നത്. യേശുവിന്റെ നാമത്തിൽ ഈ പ്രഭാതകാലം വിശ്വസിച്ചു. അങ്ങനെ ഒരു ചേഞ്ചിനെ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ക്രിസ്തുവിൽ എൻ്റെ സഹോദരങ്ങൾ, ഈ ഓൺലൈനിൽ എന്നെ ശ്രമിക്കുന്ന ക്രിസ്തുവിൽ എൻ്റെ സഹോദരങ്ങൾ, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, അതേ സ്തോത്രം നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ, വിദ്യാഭ്യാസ മേഖലയിൽ, ബിസിനസ് മേഖലയിൽ, ജോലി മേഖലയിൽ, അതെല്ലാ ദിവസവും ആവർത്തിച്ച് പറയുന്നത് കൊണ്ട് സ്തോത്രം ഒരു ലജ്ജയുമില്ല. കർത്താവ് അത് ചെയ്യുമെന്നുള്ളത് കൊണ്ടാണ് പറയുന്നത്. അതേ സ്തോത്രം ഒരു ചേഞ്ച് സംഭവിക്കാം. ഇന്ന് പകൽക്കാലം ആത്മാവിൽ എന്നോട് കൂടെ ചേർന്ന് പറയാൻ കഴിയുമ്പോൾ ഐ ഫീൽ എ ചേഞ്ച്. ഓ ജീസസ് ലെമാര രഗത നഗഡക അർച്ചന വൈഡകൽ കരാതൻ, ഐ ഫീൽ എ ചേഞ്ച്. എൻ്റെ ആത്മജീവിതത്തിൽ ഞാൻ ഈ പ്രഭാതകാലം ഈ ഓൺലൈൻ സർവീസ് ഒരു ചേഞ്ച് ഫീൽ ചെയ്യുക. എൻ്റെ സ്തോത്രം അന്യഭാഷയിൽ ഒരു ചേഞ്ച് ഫീൽ ചെയ്യുക. അതേ സ്തോത്രം എൻ്റെ നാവിന് മേലുള്ള അധികാരത്തിലൊരു ചേഞ്ച് ഫീൽ ചെയ്യുക. എൻ്റെ കുടുംബ ജീവിതത്തിൽ ഞാനൊരു ചേഞ്ച് ഫീൽ ചെയ്യുക. എൻ്റെ സ്തോത്രം സാമ്പത്തിക മേഖലയിൽ ഞാനൊരു ചേഞ്ച് ഫീൽ ചെയ്യുക. ഇന്ന് പകൽക്കാലം ആത്മാവിൽ അതൊരു പ്രബന്ധ ശക്തമായിട്ട് ഏറ്റെടുത്തു. ഐ ഫീൽ എ ചേഞ്ച്. ഞാനൊരു ചേഞ്ച് ആത്മാവിൽ സെൻസ് ചെയ്യുന്നു കേട്ടോ. പറഞ്ഞാട്ടെ, ദൂതിനെ ആത്മാവിൽ റിസീവ് ചെയ്താട്ടെ. എൻ്റെ ജീവിതത്തെ നോക്കി പറ, ആത്മീയ കണ്ടീഷനെ നോക്കി പറ, ആ കുടുംബ ജീവിതത്തെ നോക്കി പറ, ആ വിദ്യാഭ്യാസത്തെ നോക്കി പറ, ഐ ഫീൽ എ ചേഞ്ച്. യേശുവിന്റെ നാമത്തിൽ ഈ വചനം കേൾക്കാനായിട്ട് ഈ ഓൺലൈൻ സർവീസിൽ എന്നോടുകൂടെ ജോയിൻ ചെയ്തപ്പോൾ ഉള്ളതുപോലെ അല്ല ഈ മീറ്റിംഗ് കഴിയുമ്പോൾ നിങ്ങൾ എഴുന്നേൽക്കുവാൻ വേണ്ടി പോകുന്നത്. ആമൻ പറഞ്ഞു, റിസീവ് ചെയ്തു. അതെ അശ്വതി സിസ്റ്ററെ, അതെ ആനി സിസ്റ്ററെ, യേശുവിന്റെ നാമത്തിൽ, അതെ സൗമ്യ സിസ്റ്ററെ, അതെ ഗീത കുഞ്ഞുമോൾ, അതെ ഇന്ന് പ്രഭാതകാലം എന്നോട് കൂടെ ജോയിൻ ചെയ്തപ്പോൾ നിങ്ങൾ ആയിരുന്നത് പോലെ അല്ല ഇത് അക്ഷത്രം ആശീർവാദം പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾ ആയിരിക്കുവാൻ വേണ്ടി പോകുന്നത്. ഐ ഫീൽ എ ചേഞ്ച്. ഞാൻ ഈ പ്രഭാതകാലം ഒരു ചേഞ്ച് ഫീൽ ചെയ്യുന്നു കേട്ടോ. എൻ്റെ ആത്മമേഖലയിൽ ഒരു ചേഞ്ച് ഫീൽ. റിപ്പീറ്റിംഗ്. ഐ ഡോണ്ട് നോ വൈ ഐ ആം ഡൂയിങ് ദിസ്, പക്ഷെ ഞാനത് റിപ്പീറ്റ് ചെയ്യുകയാണ്. എൻ്റെ ആത്മമേഖലയിൽ ഞാനൊരു ചേഞ്ച് ഫീൽ ചെയ്യുന്നു.
പറയുന്നുണ്ട് കേട്ടോ. എൻ്റെ ശാരീരിക മേഖലയിൽ എനിക്ക് എവിടെയൊക്കെ ബലഹീനതയുണ്ടോ, എവിടെയൊക്കെ വേദനയുണ്ടോ, എവിടെയൊക്കെ സ്തോത്രം ബുദ്ധിമുട്ടുണ്ടോ, അവിടെ ഒരു ചേഞ്ച് ഞാൻ ഫീൽ ചെയ്യുകയാണ്. എൻ്റെ സാമ്പത്തിക മേഖലയിൽ എവിടെയൊക്കെ ഞാൻ ഞെരുക്കം അനുഭവിച്ചിരിക്കുന്നുവോ അവിടെയൊക്കെ ഞാനൊരു ചേഞ്ച് ഫീൽ ചെയ്യുക. ആത്മാവിൽ എന്നോട് കൂടെ പറഞ്ഞിട്ട് ഐ ഫീൽ എ ചേഞ്ച്. ഞാനൊരു ചേഞ്ച് സെൻസ് ചെയ്യുന്നു, ഞാനൊരു ചേഞ്ച് ഫീൽ ചെയ്യുന്നു, ഞാനൊരു ചേഞ്ച് ഫീൽ ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ. ഈ പ്രഭാതകാലം ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലർ മരുഭൂമിയിൽ നിന്ന് പുറത്തു വരികയാണ്, ചിലർ പ്രവാസത്തിൽ നിന്ന് പുറത്തു വരികയാണ്, ചിലർ ദമസ്കോസിൽ നിന്ന് പുറത്തു വരികയാണ് യേശുവിന്റെ നാമത്തിൽ. ചിലർ സീനായിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. സ്തോത്രം. ആള് മാറിയവനെ പോലെ അപ്പന്റെ കഴുതയെ അന്വേഷിക്കുവാൻ ആ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത്. പക്ഷേ സ്തോത്രം, ആള് മാറിയവനെ പോലെ സ്തോത്രം. പുതിയൊരു ഹൃദയം അവൻ യഹോവയുടെ ആത്മാവ് നൽകി എന്ന് ശൗലിനെ കുറിച്ച് വചനം പറയുന്നു. പുതിയൊരു ഹൃദയം മാത്രമല്ല, പ്രവാചക ഗണത്തിൽ അവനെ എണ്ണത്തക്കവണ്ണ വിധത്തിൽ സ്വതന്ത്രം കഴുതയെ അന്വേഷിച്ചിറങ്ങിയവൻ തിരിച്ച് ഭവനത്തിലേക്ക് നിസ്സാധാരണയായ ഒരു വ്യക്തിത്വമായിട്ട് കുടുംബത്തിൽ നിന്ന് വെളിയിലേക്ക് പോയവൻ അസാധാരണമായ ഒരു വ്യക്തിയായിട്ട് തിരിച്ച് ഭവനത്തിലേക്ക് കടക്കുന്നത്. ജീസസ്. മനസ്സിലായി, ആ ദൂതിനെ മനസ്സിലായി. യേശുവിന്റെ നാമത്തിൽ ലേഖമാനഘടക അർച്ചന വൈഡകൽ കരാധനയെ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ അധികാരമൊന്നുമില്ലായിരുന്നു. തലമേലൊരു ചെറിയ സ്വപ്നം മാത്രമേ ഉള്ളായിരുന്നേ. പക്ഷേ സ്തോത്രം, തിരിച്ച് കുടുംബത്തിലേക്ക് വീണ്ടും യോസഫ് കടന്നു വരുമ്പോൾ അവൻ നിസ്സാരനായിട്ടല്ല കടന്നു വരുന്നത് യേശുവിന്റെ നാമത്തിൽ. അതേ സ്തോത്രം, ഇസ്രായേലിന്റെ രണ്ടാമത്തെ പൊസിഷൻ വഹിക്കുന്ന ശക്തനായ ഒരു അധികാരിയായിട്ട് പോയതുപോലെ അല്ലെന്നേ. സ്തോത്രം. ഇന്നലകളിൽ നീ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് തലകുനിച്ചാണല്ലേ? പരിഹാസം നിന്റെ തലമേൽ പേറിയിട്ടാണല്ലേ നീ ആ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിയത്? ആ ജോലി സ്ഥലത്ത് നിന്ന് നീ ഇറങ്ങിയത്, ആ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് നീ ഇറങ്ങിയത് തലകുനിച്ചിട്ടാണ്. തിരിച്ചുത്തരം പറയുവാൻ മറുപടി ഒന്നുമില്ലാതെ നാവ് നിശ്ചലമാക്കിയിട്ടാണ് നീ അതിന്റെ അകത്തളത്തിൽ നിന്ന് ഇറങ്ങിയത്. പ്രതികരിക്കാൻ കഴിയാതെ വണ്ണം, തിരിച്ചൊന്നും പറയാൻ കഴിയാതെ വണ്ണം നിസ്സഹായതയോടെയാണ് നീ ആ കുടുംബത്തിൽ നിന്ന് സ്തോത്രം ആ കൂട്ടായ്മയിൽ നിന്ന്, ആ ജോലി സ്ഥലത്ത് നിന്നൊക്കെ ഇറങ്ങി വന്നത് അല്ലേ? ഈ പ്രഭാതകാല വചനത്തിൽ ആശ്രയിച്ച് ദൂത് പറയുക, യേശുവിന്റെ നാമത്തിൽ നീ സ്തോത്രം ഇറങ്ങി വന്നതുപോലെ അല്ല തിരിച്ചു പോകുവാൻ വേണ്ടി പോകുന്നത്. വചനം പറയുന്നു സ്തോത്രം. യോബേൽ പ്രവാചകന്റെ പുസ്തകം 2:19, നിങ്ങൾ ഞാനിനി നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്നയാക്കത്തില്ല. ഞാനിനി നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്നയാക്കത്തില്ല. ആ ദൂതിനെ ആത്മാവിൽ റിസീവ് ചെയ്ത്, ജാതികളുടെ ഇടയിൽ ഞാനിനി നിന്നയാക്കത്തില്ല, നിങ്ങളെ നിന്നയാക്കത്തില്ല. നിങ്ങൾ ഒരുപാട് നഷ്ടം സംഭവിച്ചു കേട്ടോ. നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കാൻ ഇടയായിത്തീർന്നു. അവിടെ നിങ്ങൾ ഒരുപാട് ഞരക്കങ്ങൾ നേരിടാൻ ഇടയായിത്തീർന്നു. പാടാൻ പറഞ്ഞ് പരിഹസിച്ച് ഒരുപാട് പേർ നിങ്ങൾക്ക് ചുറ്റുമുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് നോക്ക് ദൈവമക്കളെ, സ്തോത്രം. ഒരു രീതിയിലും ചലിക്കാൻ കഴിയാതെ മുമ്പിൽ നഷ്ടം മാത്രമാണ് ഉള്ളത്. നോക്കുമ്പോൾ നിലവിളിക്കുന്ന ഒരു കൂട്ടം സഹോദരിമാർ സ്തോത്രം, ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി കരഞ്ഞുകൊണ്ട് വാവിട്ട് കരയുന്ന തലമുറകൾ. സ്തോത്രം. അവരുടെ അടുത്ത് ചെന്ന് ആശ്വാസ വാക്കുകൾ പറയാൻ കഴിയുന്നില്ല. അടുത്തേക്ക് ചെല്ലുന്നതിന് മുൻപേ തന്നെ ബാബേലിലെ അധികാരികൾ അല്ലെങ്കിൽ അവിടെയുള്ള പടത്തലവന്മാർ, പടയാളികൾ കടന്നു വന്ന് അടുത്ത ജോലി തലയുടെ മേൽ ഭരമേൽപ്പിക്കാൻ ഇടയായിത്തീരും. മക്കളെ വാത്സല്യത്തോടെ ചേർത്ത് നിർത്താൻ കഴിയുന്നില്ല. കുടുംബമായിട്ട് മുൻപോട്ട് ജീവിക്കാൻ കഴിയുന്നില്ല. നല്ലൊരു നീക്കിയിരിപ്പ് ജീവിതത്തിലില്ല. ജീവിതത്തിന് തന്നെ അർത്ഥമില്ലാതെ പോയൊരവസ്ഥ. വൈഡകൽ കരാധന, ജീവിതത്തിന് തന്നെ അർത്ഥമില്ലാതെ പോയ ഒരവസ്ഥ. എന്തിനാ ജീവിക്കുന്നതെന്ന് പോലും അറിയാതെ പോയൊരവസ്ഥ. മുൻപിലും പിൻപിലും അവൻ ഇടതും വലതും ഇരുട്ട് മാത്രമാണ്. എന്തിനാ ജീവിക്കുന്നതെന്ന് അറിയത്തില്ല. സ്തോത്രം. ആരുടെയൊക്കെയോ നിയന്ത്രണത്തിൽ മുൻപോട്ട് ചലിക്കുന്നു. സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലെന്നേ. ആരുടെയൊക്കെയോ ഇഷ്ടപ്രകാരവും ഇംഗിതപ്രകാരവും ആർക്കൊക്കെയോ വേണ്ടി ജീവിച്ചു തീർക്കാൻ വേണ്ടി ജീവിക്കുന്നു. ഭൂമിക്ക് ഭാരമായി എന്ന ഇപ്പോൾ ഇന്ന് ഈ പ്രഭാതകാലം ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നീ ചിന്തിക്കുന്നത്, ഭൂമിക്ക് ഞാനൊരു ഭാരമായി, എൻ്റെ ഭവനത്തിനൊരു ഭാരമായി, എൻ്റെ വീട്ടുകാർക്ക്, എനിക്ക് ജന്മം നൽകിയവർക്ക് ഒരു ഭാരമായി, ഞാൻ പലർക്കും ഒരു ഭാരമായി. ജീവിക്കുന്നത് എന്തിനാണെന്ന് അറിയത്തില്ല ദൈവദാസനെ. ജീസസ്. സ്തോത്രം. ഇസ്രായേൽ ഇപ്പോൾ ആയിരിക്കുന്നത് അങ്ങനെ ഒരു കണ്ടീഷനിലാണ് കേട്ടോ. എന്തിനാണ് ജീവിക്കുന്നതെന്ന് അറിയത്തില്ല, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഹൃദയത്തിൽ ആഗ്രഹിക്കുന്നതൊന്നും ജീവിതത്തിൽ ചെയ്യാൻ കഴിയാതെ വണ്ണം ഇടതും വലതും മുൻപും പിൻപും ബന്ധനങ്ങളാണ് കേട്ടോ. കണ്ണു തുറന്നാൽ കാണുന്നത് സ്തോത്രം ബാബേലിലെ പടയാളികളെയാണ്. കണ്ണു തുറന്നാൽ കാണുന്നത് നിസ്സഹായതയോടെ നിലവിളിക്കുന്ന തലമുറകളെയാണ്. സഹായത്തിന് കരം നീട്ടുവാൻ പോലും കഴിയാത്ത നിസ്സഹായ അവസ്ഥ. നമ്മുടെ കണ്ണിന് മുമ്പിൽ വെച്ച് നമുക്ക് പ്രിയപ്പെട്ടവരാരെങ്കിലും ഏതെങ്കിലും ഒരു
വ്യഥകളിൽ അവൻ സ്തോത്രം പെട്ടുപോയി കഴിഞ്ഞാൽ, വേദനകളിൽ അവൻ പെട്ടുപോയി കഴിഞ്ഞാൽ നാം അടങ്ങിയിരിക്കുമോ? നിശ്ചയമായിട്ടും ചലിക്കാനിടയായിത്തീരും. എന്നാൽ ഇവിടെ സ്തോത്രം ചരിത്രകാരന്മാർ പറയുന്നത് ചലിക്കുവാൻ പോലും കഴിയാതെ വണ്ണം നിസ്സഹായതയുടെ വിദൂരത്തിൽ നോക്കി നിന്ന് കരയുവാൻ മാത്രമേ ചില മാതാപിതാക്കന്മാർക്ക് കഴിയുന്നുള്ളൂ കേട്ടോ, ചില സഹോദരങ്ങൾക്ക് കഴിയുന്നുള്ളൂ കേട്ടോ, ചില ഭാര്യമാർക്ക് കഴിയുന്നുള്ളൂ കേട്ടോ, ചില ഭർത്താക്കന്മാർക്ക് കഴിയുന്നുള്ളൂ കേട്ടോ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ പാടാൻ അവിടെ കഴിയുന്നില്ലെന്നേ, പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ലെന്നേ, ആരാധന ആലയം തകർക്കപ്പെട്ടിരിക്കുക, ദൈവിക മഹത്വം ഇസ്രായേലിന്റെ മധ്യത്തിൽ നിന്നും നഷ്ടപ്പെട്ടിരിക്കുക, ദൈവത്തിന്റെ ഇടപെടലില്ലെന്നേ, പ്രവാചകന്മാർ ഒന്നുമില്ലെന്നേ, പ്രമാണമില്ലെന്നേ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ചില ഓർമ്മകൾ മാത്രമേ ഉള്ളൂ, പണ്ട് ദൈവം നടത്തിയ ഓർമ്മകൾ. അതാ അവർ പറയും, സിയോനെ കുറിച്ച് ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു, ഞങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞു. ഓർമ്മകൾ മാത്രമേ ഉള്ളൂ. പ്രാർത്ഥിച്ചുകൊണ്ട് അന്ന് ദൈവസന്നിധിയിൽ ചേർന്നിരുന്ന് നടന്നപ്പോൾ ദൈവം നടത്തിയ വിധങ്ങളെ കുറിച്ചുള്ള ഓർമ്മകൾ മാത്രമാണ്. ഇന്ന് പ്രഭാതകാലം നിന്നെ ഈ ഓൺലൈൻ സർവീസിൽ ഈ വചനം കേൾക്കാനായിട്ട് ഇവിടെ പിടിച്ചിരുത്തിയിരിക്കുന്നത്. ഇല്ലെങ്കിൽ എപ്പോഴേ സ്ക്രോൾ ചെയ്ത് പോകാമായിരുന്നു. ചില ഓർമ്മകളാണ് നിന്നെ ഇവിടെ പിടിച്ചിരുത്തിയിരിക്കുന്നത്. യേശുവിൻ്റെ നാമത്തിൽ സ്വർഗം നടത്തിയ ചില ഓർമ്മകൾ, കർത്താവ് നടത്തിയ ചില ഓർമ്മകൾ. പടക് പലപ്പോഴും തകർന്നു പോകാമായിരുന്നല്ലേ, പടക് പലപ്പോഴും ഉടഞ്ഞു പോകാമായിരുന്നല്ലേ, നശിച്ചു പോകാമായിരുന്നല്ലേ, പടകിലുള്ളവർ പോലും സ്തോത്രം കുറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തിയ പല സാഹചര്യവും ജീവിതത്തിൽ ഉണ്ടല്ലേ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ നിന്നെ ഈ പ്രഭാതകാലം ഈ വചനം കേൾക്കാനായിട്ട്, ഈ വചനം കേൾക്കാൻ ഒരാശ്വാസം കണ്ടെത്തുവാൻ നീ നിൽക്കുന്നതിൻ്റെ ഒറ്റ കാരണം അവൻ സ്തോത്രം ആ സാഹചര്യങ്ങളിലേക്ക് ഹൃദയത്തോട് ചേർത്ത് വെച്ച ഒരു ദൈവമുണ്ട്. ആ ദൈവം നടത്തിയ വിധങ്ങളുടെ ഓർമ്മയാണെന്നേ. ലേമാറ ഷേമേനെ വൈഡകൽ കരാധന. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ചില ഓർമ്മകൾ വിട്ടുകളയരുത്. പിടിച്ചു നിൽക്കുക. ദൈവം നിന്നെ മറന്നു കളഞ്ഞിട്ടില്ല കേട്ടോ, ദൈവം നിന്നെ മറന്നു കളഞ്ഞിട്ടില്ല കേട്ടോ. വിട്ടുകളയരുത്. പിടിച്ചു നിൽക്കുക. There is one more day. ഒരു ദിവസം കൂടെ സ്വർഗം തന്നിട്ടുണ്ടെങ്കിൽ, ജീവനോടെ ഈ പ്രഭാതകാലം എൻ്റെ വചനത്തെ നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് ഈ പ്രഭാതകാലം ഈ വചനം കേൾക്കാനായിട്ടും നിങ്ങൾ ജീവനോടെ ഈ ലൈവിൽ എന്നോടൊപ്പം കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ജീവശ്വാസം ശ്വസിക്കുന്നുണ്ടെങ്കിൽ, there is something, എന്തോ ദൈവത്തിന് ചെയ്യാനുണ്ടെന്നേ, ദൈവത്തിന് എന്തോ ചെയ്യാനുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവത്തിന് എന്തോ ചെയ്യാനുണ്ട്. എന്തോ നിങ്ങളുടെ ലൈഫ് കൊണ്ട്, നമ്മുടെ ലൈഫ് കൊണ്ട് സ്വർഗത്തിന് ചെയ്യാനുള്ളത് കൊണ്ടാണ് ഈ പ്രഭാതകാലം നാം ജീവനോടെ എഴുന്നേറ്റിരിക്കുന്നത്. നിങ്ങൾ ഈ ലൈവിൽ ഞാൻ പ്രസംഗിക്കുന്ന വചനത്തെ കേൾക്കുന്നത്. നീണ്ട 70 വർഷക്കാലം ഒന്നും ചെയ്യുവാനില്ലാതെ ഇരുന്ന ഇസ്രായേൽ ജനം, പട്ടിണിയും പരിവട്ടവും മുൻപിലും പിൻപിലും കഷ്ടതയും സ്തോത്രം, സഹായത്തിന് വേണ്ടി ആരോട് നിലവിളിക്കണം, ആരോട് ഏത് വാതിൽ മുട്ടണമെന്ന് അറിയാതെ യേശുവിൻ്റെ നാമത്തിൽ നിസ്സഹായതയോടെ കണ്ണുനീരോടെ കഴിച്ചുകൂട്ടിയ 70 വർഷങ്ങൾ, കരയുന്നവരാണോ നിങ്ങൾ? കണ്ണുനീരിനെ കണ്ട് മറുതലിച്ചു പോകുന്ന ഒരു ദൈവത്തെ അല്ല നമ്മൾ ആരാധിക്കുന്നത്. സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, സ്തോത്രം, അന്ന എന്ന് പറയുന്ന ഒരു സഹോദരി യഹോവയുടെ ആലയത്തിലേക്ക് കടന്നു ചെന്നിട്ട് ഹൃദയം കൊണ്ട് യഹോവയോട് സംസാരിച്ചു. സ്തോത്രം. കണ്ണുകൾ നിറഞ്ഞൊഴുകി ഹൃദയം കൊണ്ട് യഹോവയോട് സംസാരിച്ചു. ഹൃദയത്തിൻ്റെ ഭാഷ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ കണ്ണുനീരിൻ്റെ ഭാഷ മനസ്സിലാകുന്ന, കണ്ണുനീരിനൊരു ഭാഷയുണ്ട്. ആ ഭാഷ മനസ്സിലാക്കുന്ന ഒരു ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നു. ഹൃദയത്തിനൊരു ഭാഷയുണ്ട്. ആ ഹൃദയത്തിൻ്റെ ഭാഷയെ മനസ്സിലാക്കുന്ന ഒരു ദൈവത്തെ നാം ആരാധിക്കുന്നത്. മനസ്സിലായോ? ഹൃദയത്തെ അവൾ ദൈവസന്നിധിയിൽ പകർന്നു. സ്തോത്രം. നുറുങ്ങിയും അവൻ തകർന്നും. സ്തോത്രം. കരയുവാൻ മാത്രം, ഓർക്കാൻ ചില നല്ല കാര്യങ്ങൾ മാത്രം ജീവിതത്തിലുണ്ട്. ഓർമ്മ മാത്രമേ ഉള്ളൂ. സാന്നിധ്യമില്ല, വചനമില്ല. അത് റിപ്പീറ്റായിട്ട് പറയുക. വചനമില്ല, ആലയമില്ല, പ്രവാചകന്മാരില്ല, ശുശ്രൂഷകന്മാരില്ല, പുരോഹിതന്മാരില്ല, ആരുമില്ല. ഓർമ്മകൾ മാത്രം. ഓർമ്മയുണ്ടല്ലേ? സ്തോത്രം. ഓർമ്മയുണ്ടല്ലേ? ദൈവം നടത്തിയ വിധം നിനക്ക് ഓർമ്മയില്ലേ? ആ ചെറുപ്പകാലത്തിൽ സ്തോത്രം, ആ അനർത്ഥത്തിൽ നിന്ന്, നിന്നെ ആ മരണത്തിൽ നിന്ന് വിടുവിച്ച ആ ഒരു ഇൻസിഡന്റ് ഇന്ന് നിനക്ക് ഓർമ്മയില്ലേ? പലപ്പോഴും നീ സാക്ഷ്യം പറയുമ്പോൾ ഓർക്കുന്ന ആ ഇൻസിഡന്റ്, പല അനർത്ഥത്തിൽ നിന്ന് വാഹനത്തിൽ യാത്ര ചെയ്തപ്പോൾ സ്വർഗം വിടുവിച്ച ആ ഒരു ഓർമ്മയില്ലേ? ആ മരണകരമായ അവസ്ഥയിൽ നിന്ന്, നാശകരമായ കുഴിയിൽ നിന്ന് സ്വർഗം നിന്നെ വിടുവിച്ച ആ ഒരു ഇൻസിഡന്റ്, അത് നിനക്ക് ഓർമ്മയില്ലേ? ഈ പ്രഭാതകാലം അത് നിനക്ക് ഓർമ്മയുണ്ടെങ്കിൽ, നിന്റെ ഹൃദയത്തിൽ ആ ഓർമ്മയുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളണം, കർത്താവിന് എന്തോ നിനക്ക് ചെയ്യാനുണ്ട്, നിനക്ക് വേണ്ടി ചെയ്യാൻ പിടിച്ചു നിൽക്കണം. അവസാന ശ്വാസം വരെ പിടിച്ചു നിൽക്കണം. യേശുവിൻ്റെ നാമത്തിൽ
നിനക്ക് ഓർമ്മയുണ്ടല്ലേ ഇസ്രായേലേ, അല്ലെ, നടത്തിയ വിധങ്ങൾ. ഇപ്പോൾ നിനക്ക് ദൈവത്തോട് സംസാരിക്കാൻ കഴിയുന്നില്ല അല്ലേ? ഇപ്പോൾ നീ ദൈവം നിന്നോട് ഇടപെടുന്നില്ല അല്ലേ? ഇപ്പോൾ ദൈവ സാന്നിധ്യം നിനക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല അല്ലേ? പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല അല്ലേ? ചുറ്റും പരിഹാസം മാത്രമാണ് അല്ലേ? സങ്കീർത്തനങ്ങൾ എഴുതുമ്പോൾ നാം സങ്കീർത്തനം വായിച്ചു കഴിഞ്ഞാൽ പലയിടങ്ങളിൽ സ്തോത്രം നമുക്ക് കാണാൻ കഴിയും. ആവർത്തിച്ച് സങ്കീർത്തനക്കാരന്മാർ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ പലരുടെയും അതരത്തിന് ഒരു പരിഹാസ പാത്രമായിരിക്കുന്നു. എൻ്റെ ചുറ്റും ഒരു കൂട്ടം ആൾക്കാർ കടന്നു വന്ന് എന്നോട് പറയും, നിന്റെ ദൈവം എന്തിയേ? നിന്റെ ദൈവം എന്താ പ്രവർത്തിക്കാത്തത്? നീ പ്രാർത്ഥിച്ചിട്ടും ആരാധിച്ചിട്ടും എന്താ നിന്റെ ദൈവം പ്രവർത്തിക്കാത്തതെന്ന് പരിഹസിക്കുന്ന, ആവർത്തിച്ച് പരിഹസിക്കുന്ന പല സന്ദർഭങ്ങളും ഉണ്ടെന്നേ. യേശുവിന്റെ നാമത്തിൽ ബാബേലിലായിരിക്കുന്ന ഇസ്രായേൽ ജനത്തെ നോക്കിയിട്ടും ഇപ്പോൾ ബാബേൽ നിവാസികൾ പറയുന്ന കാര്യമാണ് അതേ സ്തോത്രം. നിങ്ങളെ മിസ്രയീമിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവന്നൊരു ദൈവമുണ്ടല്ലോ, ചെങ്കടൽ വിഭജിച്ചു കൊണ്ടുവന്നൊരു ദൈവം, യേശുവിന്റെ നാമത്തിൽ. അതേ മരുഭൂമിയിൽ കൂടെ നടത്തിയ ഒരു ദൈവം, അതേ സ്തോത്രം. മധുരമാക്കി തന്ന ഒരു ദൈവം, കനാൻ ദേശത്തെ അവകാശമാക്കി തന്ന ദൈവം, കനാൻ ദേശത്തിന്റെ ജാതികളെ കീഴടക്കിയ ദൈവം, അതേ അന്യാരാധനകളെ അഴിച്ചു മാറ്റി നിങ്ങൾക്ക് സ്വാതന്ത്ര്യത്തോടെ ആരാധിക്കാൻ നിങ്ങളെ ബലപ്പെടുത്തിയ ദൈവം. എന്തിയേ ആ ദൈവം? നിന്റെ ദൈവം എന്തിയേ? സ്തോത്രം. ഇടവിടാതെ നിന്റെ കാതുകളിൽ ഈ ദിവസങ്ങളിൽ നീ കേട്ടുകൊണ്ടിരിക്കുന്ന കേൾവിയാ. സ്തോത്രം. സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ കേൾക്കുന്ന കേൾവിയാ. എന്തിയേ ദൈവം? ഇവർ പറയുന്ന ദൈവം എന്തിയേ? ഇവർ പ്രസംഗിക്കുന്ന ദൈവം എന്തിയേ? ഇവർ വിശ്വസിക്കുന്ന ദൈവം എന്തിയേ? ഞങ്ങൾക്ക് ഓർമ്മയുണ്ട് കേട്ടോ, ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. ഒരു കണ്ണിനും കരുണ തോന്നാതെ ഇരുന്നപ്പോൾ, മറിയോട് ചോദിച്ചാൽ മറിയ പറയും, ഒരു കണ്ണിനും കരുണ തോന്നാതെ ഇരുന്നപ്പോൾ, ഒരു കണ്ണിനും ഞങ്ങളുടെ ജീവിതത്തോട് സ്തോത്രം യാതൊരു വിധത്തിലുള്ള സ്തോത്രം മാലിന്യവും തോന്നാതെ ഇരുന്നപ്പോൾ, ഒരു വ്യക്തിക്കും ഞങ്ങളുടെ ജീവിതം ഒരു അട്രാക്റ്റീവ് ആയിട്ടല്ലാതെ ഇരുന്നപ്പോൾ, സ്തോത്രം. കൂരിരുളിന്റെ താഴ്വരയിൽ കൂടെ ഞങ്ങൾ നടന്നപ്പോൾ, സങ്കീർത്തനക്കാരൻ പറയും, കൂരിരുളിന്റെ താഴ്വരയിൽ കൂടെ ഞങ്ങൾ നടന്നപ്പോൾ, കുഴഞ്ഞ ചേറ്റിൽ ഞങ്ങൾ കിടന്നപ്പോൾ, നാശകരമായ മഹാമാരിയിൽ ഞങ്ങൾ കിടന്നപ്പോൾ, സ്തോത്രം, ഒരു കണ്ണിനും കനിവ് തോന്നാതെ, ഒരു കരവും സ്തോത്രം നീട്ടാതെ, യേശുവിന്റെ നാമത്തിൽ സകലരും വിദൂരത്തിൽ നിന്ന് കാഴ്ചക്കാരായി നിന്നുകൊണ്ടിരുന്നപ്പോൾ, സ്തോത്രം, ജീവിതം അവസാനിപ്പിച്ചാൽ മതിയെന്ന് വാഹനത്തിലിരുന്ന് തീരുമാനിച്ച പല ദിനരാത്രങ്ങൾ, യേശുവിന്റെ നാമത്തിൽ ഫ്ലാറ്റിൽ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ ജീവിതം ഇവിടം കൊണ്ട് മതി, അർത്ഥമില്ലെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിച്ച ചില ദിവസങ്ങളിൽ, അതേ സ്നേഹിച്ചവർ സ്തോത്രം ജീവന തുല്യം ഹൃദയത്തോട് ചേർത്ത് നിർത്തിയവർ കുറ്റപ്പെടുത്തിയ പല സാഹചര്യങ്ങൾ, നിന്നെ വേണ്ട എന്ന് മുഖത്ത് നോക്കി പറഞ്ഞ സ്തോത്രം പല സന്ദർഭങ്ങൾ, നീ എൻ്റെ ജീവിതത്തിനൊരു ഭാരമാണ്, നിന്നെ ഇനി എനിക്ക് വേണ്ട എന്ന് നിന്റെ മുഖത്ത് നോക്കി പറഞ്ഞ പല സന്ദർഭങ്ങളിൽ മരണം മാത്രമായിരുന്നു മുൻപിൽ കണ്ടത്. എന്നാൽ സ്തോത്രം ആ അവസ്ഥയിൽ നിന്നെല്ലാം സ്തോത്രം ആ മരണകരമാകുന്ന അവസ്ഥയിൽ നിന്നെല്ലാം എന്നെ തേടി വന്നൊരു ദൈവമുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ, ആ മരണത്തിൽ നിന്ന് ദൈവം എന്നെ എങ്ങനെയാ വിടുവിച്ചതെന്ന്, ആ നാശകരമായ കുഴിയിൽ നിന്ന് എന്നെ വിടുവിച്ചത് എങ്ങനെയാണെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. ഇസ്രായേൽ പറയുക, ഞങ്ങൾ ഈ ബാബേൽ നദിയുടെ തീരത്തിലിരുന്ന് അതൊന്ന് ഓർക്കുകയാണ് കേട്ടോ, യേശുവിന്റെ നാമത്തിൽ അതൊന്ന് ഓർക്കുകയാണ്. ഓർത്താൽ മതി, വിട്ടുപോകത്തില്ല, പിടിച്ചു നിൽക്കാം. ഓർത്താൽ മതി. സ്തോത്രം. നഷ്ടങ്ങൾ ഒത്തിരി ഇസ്രായേലിന് പറയാറുണ്ട്. തിരിച്ച് അവർ സ്വന്തം ദേശത്തിലേക്ക് മഹത്വപൂർണ്ണമായി വന്ന ഇസ്രായേൽ ജനം, ഞാൻ പറയട്ടെ സ്തോത്രം, ഒരിക്കലും ദൈവസന്നിധിയിൽ ക്രിസ്തുവിന്റെ സഹോദരങ്ങളെ നന്ദിയില്ലാത്തവരായിട്ടിരിക്കരുത്. ഒന്ന് ബാബേൽ സ്തോത്രം നദിയുടെ തീരത്തിലിരുന്ന സിയോനെ കുറിച്ച് ദൈവം നടത്തിയ വഴികളെ ഇസ്രായേൽ ജനമല്ല. പിന്നത്തേതിൽ സ്തോത്രം അടിമതുകത്തിൽ നിന്ന് പുറത്തു വന്നു കഴിഞ്ഞ് പിന്നത്തേതിൽ ഇസ്രായേലിന്റെ ജീവിതം ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ, വേദവചനം പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കുവാനിടയായിത്തീരുന്നത്, കുറെ നാളുകൾ കഴിഞ്ഞതിന് ശേഷം വീണ്ടും അവർ ദൈവസന്നിധിയിൽ നിന്ന് തെറ്റിപ്പോകാനിടയായിത്തീർന്നു, പിന്മാറ്റത്തിലേക്ക് പോകാനിടയായിത്തീർന്നു. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുകയാണ്, ദൈവം തന്റെ മഹാസൈന്യമായ, നമ്മൾ വായിച്ച വേദഭാഗത്തിലേക്ക് വരിക, മഹാസൈന്യമായ സ്തോത്രം വെട്ടുക്കിളി. നമുക്ക് യോവേൽ പ്രവാചകന്റെ പുസ്തകം തന്നെ, യോവേൽ പ്രവാചകന്റെ പുസ്തകം അതിന്റെ മൂന്നാമത്തെ അധ്യായം, രണ്ടാമത്തെ അധ്യായം, സ്തോത്രം 25 വാക്യം, 25 തോന്നുന്നു. അതെ, ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എൻ്റെ മഹാസൈന്യമായ വെട്ടുക്കിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴവും
തിന്ന് കളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. അതായത് സ്തോത്രം, അവൻ ഒരു മഹാസൈന്യം എന്ന രൂപേണ യഹോവയായ ദൈവം വെട്ടുക്കിളിയെ ഇസ്രായേലിന്റെ മധ്യത്തിലേക്ക് അയക്കുകയാണ്. പിന്നത്തേതിൽ ആ വേദഭാഗങ്ങൾ വായിച്ചു കൊള്ളണം കേട്ടോ. അനുഗ്രഹിക്കപ്പെട്ട വേദഭാഗങ്ങളാണ് ഇവര്. ആമിഷ്ടം ഇത് വായിച്ചു കഴിഞ്ഞതിന് ശേഷം ഇത് അയച്ചു കഴിഞ്ഞതിന് ശേഷം അവരുടെ ഇടയിൽ, ഇസ്രായേലിന്റെ ഇടയിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുകയാണ്. ദൈവത്തിന്റെ തിരുവചനം പറയുന്നു, 1-ാമത്തെ അധ്യായം യോബേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 10-ാമത്തെ വാക്യം മുതൽ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനിടയായിത്തീരും. വയൽ ശൂന്യമായി തീർന്നു, ധാന്യം നശിച്ചുപോയി, പുതുവിന് വറ്റി, എണ്ണ ക്ഷയിച്ചു. അതേ സ്തോത്രം, ദേശം ദുഃഖിച്ചു, കൃഷിക്കാർ ലജ്ജിക്കാനിടയായിത്തീർന്നു, മുന്തിരിത്തോട്ടക്കാരും ഗോതമ്പിനെയും യവത്തെയും ചൊല്ലി മുറയിടുവാനിടയായി, വയലിൽ വിളവ് നശിച്ചുപോയി. ഞാൻ അതിന്റെ തീവ്രത വെളിപ്പെടുത്തി നൽകിയ നോക്ക്. മുന്തിരിവള്ളി വാടി, അത്തിവൃക്ഷം ഉണങ്ങി, മാതളം, അങ്ങനെ വലിയൊരു ലിസ്റ്റ് പറഞ്ഞിട്ട് വരികയാണ്. അമിഷ്ടോത്രം 14-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ഒരു ഉപവാസം നിയമിക്കുവിൻ, സഭായോഗം വിളിപ്പിൻ, മൂപ്പന്മാരെയും ദേശത്തിലെ സകല നിവാസികളെയും നിങ്ങളുടെ ദൈവമായ യഹോവയുടെ ആലയത്തിൽ കൂട്ടിവരുത്തുവിൻ, യഹോവയോട് നിലവിളിക്കുവിൻ. ആ ദിവസം അയ്യോ കഷ്ടം, യഹോവയുടെ ദിവസം അടുത്തിരിക്കുന്നു, അത് സർവശക്തന്റെ പക്കൽ നിന്നും സംഹാരം പോലെ വേഗത്തിൽ കടന്നു വരുന്നു. നിങ്ങൾ ആ വേദഭാഗ്യം പിന്നത്തേതിൽ വായിക്കണം കേട്ടോ. നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു വിടുകയാണ്. നോക്കുക സ്തോത്രം, വിതയ്ക്കുന്നവർക്ക് വിതച്ച് അമിഷ്ടോത്രം തിരിച്ചു ശേഖരിക്കുവാൻ തക്കവണ്ണം പാണ്ഡികശാലകൾ മുഴുവനും ഇപ്പോൾ ഇസ്രായേലിൽ ശൂന്യമായി കിടക്കുകയാണ്. കളപ്പുരകൾ മുഴുവനും ഇടിയപ്പെട്ട് കിടക്കുകയാണ്. പാണ്ഡികശാലകൾ എന്താണെന്ന് അറിയാമോ? ഒരിക്കൽ സ്തോത്രം യോസഫിന്റെ ഇഷ്ടത്തിന് സഹോദരന്മാർ യോസഫിനെ കാണുവാനായിട്ട് മിസ്രൈമിലേക്ക് കടന്നു വന്നപ്പോൾ ഞാൻ എൻ്റെ ഭാഷയിൽ പറയുക, പാണ്ഡികശാലകൾ ഓരോന്നായിട്ട് യോസഫ് സ്തോത്രം ധാന്യം കൊണ്ട് നിറച്ചു വെക്കാനിടയായിത്തീർന്നു. മിസ്രൈമിൽ ഒരുപാട് പാണ്ഡികശാലകളുണ്ട്. ബാക്കി എല്ലാ ദേശവും സ്തോത്രം ഇതാ സ്തോത്രം ക്ഷാമത്താൽ നെടുമ്പിരി കൊണ്ട് നെട്ടോട്ടം ഓടുമ്പോൾ അഭിഷേകത്തിന് നിറവിൽ സ്വപ്നം ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് തലമേൽ ദൈവത്തിന്റെ വചനത്തെ വഹിച്ചുകൊണ്ട് അമിഷ്ടം എന്തൊക്കെ വന്നാലും ദൈവത്തെ വിട്ടുകളയത്തില്ല എന്ന് പറഞ്ഞ് മുൻപോട്ട് ചലിച്ച ഒരുവന് വേണ്ടി അവൻ നിന്ന രാജ്യത്തെ മുഴുവൻ സമ്പൽ സമൃദ്ധിയായിട്ട് നടത്തിയവനായ ഒരു ദൈവം. അവൻ നിന്ന രാജ്യത്തെ മുഴുവൻ, ഒരു ഭവനത്തെ നടത്തിയെന്നല്ല, ദൈവരാജ്യത്തിന് വേണ്ടി, ദൈവത്തിന്റെ സ്വപ്നത്തിന് വേണ്ടി ഒരുവൻ തോൾ കൊടുത്ത് നിന്നപ്പോൾ, ഒരുത്തൻ ജീവിതത്തെ അവൻ ഒഴിഞ്ഞു മാറ്റി വെച്ചപ്പോൾ ഒരു രാജ്യത്തെ മുഴുവൻ ശ്രേഷ്ഠകരമായ സ്വർഗം നടത്തിയ ഉൽപ്പത്തി പുസ്തകം നടത്തിയെന്ന് നോക്കാം. അപ്പോൾ പറയുന്നത് നോക്കാം, പാണ്ഡികശാലകളൊക്കെ നിറയ്ക്കാനിടയായിത്തീർന്നു. അതായത് സ്തോത്രം കൊയ്ത്തുകാലമാകുമ്പോൾ അല്ലെങ്കിൽ വിളവെടുപ്പിന്റെ സമയത്ത് എടുക്കുന്ന വിളവുകളൊക്കെ ശേഖരിച്ചു വെക്കാനായിട്ട് നിർമ്മിച്ചുണ്ടാക്കുന്നതാണ് പാണ്ഡികശാലകൾ എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ തിരുവചനം പറയുകയാണ്, അങ്ങനെ വിളവുകൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പാണ്ഡികശാലകൾ ശൂന്യമായിരിക്കുക, കളപ്പുരകൾ ഇടിഞ്ഞു പോയിരിക്കുക. ഓ ജീസസ്, ഇടിഞ്ഞു പോയിരിക്കുക. ശേഷിപ്പുകളൊന്നും തന്നെ ഇപ്പോൾ ഇസ്രായേലിൽ ഇല്ലെന്ന് പറയുവാൻ ഇപ്പോൾ നന്മയൊന്നുമില്ല. നല്ല കാലം മുഴുവൻ അധ്വാനിച്ചുണ്ടാക്കിയത് മുഴുവൻ ഒറ്റ സെക്കൻഡ് കൊണ്ട്. എൻ്റെ കൂടെ ഉണ്ടോ? ചില അക്കൗണ്ട്സുകൾ അങ്ങനെ ക്യാൻസൽ ആയിട്ടുള്ളത് തന്നെ കേൾക്കുന്നുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ നീ നിനച്ചിരിക്കാതെ പെട്ടെന്നൊരു പ്രഭാതകാലം യേശുവിൻ്റെ നാമത്തിൽ നിനക്ക് നഷ്ടങ്ങൾ, സാമ്പത്തിക നഷ്ടങ്ങൾ, ആ ദൂത് അങ്ങനെ തന്നെ പറയുന്നു. എന്നോട് അവന് വിഷമം തോന്നരുത്. സാമ്പത്തിക നഷ്ടങ്ങൾ നനച്ചിരിക്കാത്ത രീതിയിൽ പെട്ടെന്ന് നിന്റെ ഭവനത്തിൽ പിടികൂടാനിടയായിത്തീർന്നു. അതെ, അവൻ നീ സേവ് ചെയ്തത് മൊത്തം നിനക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിൽ നിന്നെയും നിന്റെ ഭവനത്തിൽ നിന്ന് നഷ്ടപ്പെടുവാനിടയായിത്തീർന്നു. അതെ, ഗ്രേസിസ് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയോടെ വചനത്തിൽ സ്വീകരിച്ചു. കർത്താവ് നിശ്ചയമായിട്ടും ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബ ജീവിതത്തെ കർത്താവ് കൈമാറാനിടയായിത്തീരും. പ്രതീക്ഷിക്കാത്ത നിലവാരത്തിൽ പെട്ടെന്ന് തന്നെ ഒരു സുപ്രഭാതത്തിൽ സാമ്പത്തിക നഷ്ടം കടന്നു വരിക. നോക്ക്, വെട്ടുക്കിളികളും തുള്ളലും പുഴുവും വന്ന് തിന്ന് ശേഷിപ്പിക്കാനിടയായിത്തീർന്നു. തിരുവചനം പറയുന്നത് 1-ാമത്തെ അധ്യായം വായിച്ചു കഴിഞ്ഞാൽ മനസ്സിൽ പറയുന്നത്, വയലിൽ നിന്ന് ചെന്ന് ഭക്ഷിപ്പാൻ തക്കവണ്ണം അവൻ ആടിനും മാടുകൾക്കും പുല്ലുപോലും ശേഷിച്ചിരുന്നില്ല. വീഞ്ഞ് എടുക്കുവാൻ തക്കവണ്ണം മുന്തിരിക്കുലകൾ ഒന്നും തന്നെ ശേഷിച്ചിരുന്നില്ല. മരുഭൂമിയിൽ പുൽപ്പുറങ്ങളില്ല. അങ്ങനെ പറഞ്ഞാൽ ഭൂമിയിൽ പുൽപ്പുറങ്ങളില്ല. സ്തോത്രം, സകല മൃഗജാതികളും സ്വർഗത്തിലേക്ക് നോക്കി കരയുകയാണ്. വചനം നിങ്ങൾ പിന്നത്തേത് വായിക്കണം കേട്ടോ. അത്ര തീവ്രമായിട്ട് ഇപ്പോൾ സ്തോത്രം ഇസ്രായേൽ നിൽക്കുകയാണ്. അത്ര തീവ്ര അവസ്ഥയിൽ നിൽക്കുകയാണ്. സ്തോത്രം, ആ അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് യോവേൽ പ്രവാചകൻ സ്തോത്രം ഇസ്രായേൽ ജനത്തോട് വന്ന് സംസാരിക്കാൻ ഇടയായിത്തീരുന്നത്. ഇപ്പോഴെങ്കിലും, ഓ ജീസസ്, ഓക്കെ, അതിന്റെ 2-ാമത്തെ അധ്യായം ഇപ്പോഴെങ്കിലും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോഴെങ്കിലും എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ സ്തോത്രം പൂർണ്ണ ഹൃദയത്തോടെ 2:12 വാക്യമാണ് ഞാൻ പറയുന്നത്.
യോബൽ പ്രവാചകന്റെ പുസ്തകം 2:12. ഇപ്പോഴെങ്കിലും, അതെ, നീ ചെയ്തത് മുഴുവൻ പരാജയപ്പെട്ടു, നിനക്കിനി ചെയ്യാൻ ഒന്നുമില്ല, പരാജയത്തിന്റെ പടുകുഴിയിലാണ് നിൽക്കുന്നത്. സ്തോത്രം. ഒരൊറ്റ മനുഷ്യനും നിന്റെ ഫോൺ കോൾ എടുക്കുന്നില്ല, നിന്നെ കേൾക്കുന്നില്ല, നിന്നോട് കൂടെ ചേർന്നിരിക്കുന്നില്ല, നിന്റെ ഒരു കാര്യത്തിന് വന്നു നിൽക്കുന്നില്ല. നീ ഇപ്പോൾ ബിഗ് സീറോയിലാണ് നിൽക്കുന്നത്. ബിഗ് സീറോയില് നിനക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, നിന്നെ ആർക്കും സഹായിക്കാനും പറ്റുന്നില്ല. ഇപ്പോൾ ആ അവസ്ഥയിൽ ഇസ്രായേൽ നിൽക്കുന്നത്. അപ്പോൾ അവരോട് യഹോവയായ ദൈവ പ്രവാചകനിൽ കൂടെ അരുളി ചെയ്യും, ഇപ്പോഴെങ്കിലും, ഇപ്പോഴെങ്കിലും. ഈ ദൂത് വ്യക്തിപരമായിട്ട് സംസാരിക്കുന്നു, ചിലരോട് വ്യക്തിപരമായിട്ട് ഇടുന്നു. ഇപ്പോഴെങ്കിലും. നഷ്ടപ്പെട്ടു പോയിട്ടില്ല കേട്ടോ. ഒന്നും അവസാനിച്ചിട്ടില്ല കേട്ടോ. ഇപ്പോഴെങ്കിലും. അതേ ഇസ്രായേലെ, ഇപ്പോഴെങ്കിലും. അതേ എന്നെ കേൾക്കുന്ന ക്രിസ്തുവിന്റെ സഹോദരങ്ങളെ, ഇപ്പോഴെങ്കിലും. ഇത് ലേറ്റ് ആയിട്ടില്ല കേട്ടോ, താമസിച്ചിട്ടില്ല കേട്ടോ. ഇപ്പോഴെങ്കിലും, ഇപ്പോഴെങ്കിലും, നിങ്ങൾ ഇപ്പോഴെങ്കിലും, എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ നോക്ക. എന്നാൽ എന്ന് പറയുമ്പോൾ അത്രയും സംഭവം അവിടെ വിവരിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് പ്രവാചകൻ പറയുന്നത്. അതായത് ഒരു നന്മയുമില്ല, ഒരു നീക്കിയിരിപ്പുമില്ല, ഒരു ശ്രേഷ്ഠതയുമില്ല. ആ അവസ്ഥയിൽ നിന്ന് പുറത്തു വന്നിട്ട് പ്രവാചകൻ പറയുകയാണ്, എന്നാൽ ഇപ്പോഴെങ്കിലും, ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും എങ്കിലേക്ക് തിരിയുവിൻ എന്ന് യഹോവയുടെ അരുളപ്പാട്. 13-ാമത്തെ വാക്യം. വസ്ത്രങ്ങളെയല്ല, ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് തിരിയുവിൻ. അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയയും ഉള്ളവനല്ലോ, അവൻ അനർത്ഥത്തെക്കുറിച്ച് അനുതപിക്കും. ഇത്ര വലിയ പരാജയത്തിൽ നിന്നിട്ടും, ഇത്ര വലിയ നഷ്ടത്തിൽ നിന്നിട്ടും ദൈവത്തിങ്കിലേക്ക് തിരിയാൻ, ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാൻ മനസ്സില്ലാതെ മനസ്സ് കല്ലാക്കി വെച്ചിരിക്കുക. ദൈവം കാരണം ഇത് സംഭവിച്ചത്. അന്ന് ദൈവം ഉണ്ടായിരുന്നെങ്കിൽ ഇത് സംഭവിക്കത്തില്ലായിരുന്നു. ദൈവത്തിന് വേണ്ടി നിന്നതുകൊണ്ടല്ലേ, ഞങ്ങൾ ആരാധിക്കുന്നവരല്ലേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവരല്ലേ, എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും ഒക്കെ പ്രാർത്ഥിക്കുന്നവരല്ലേ, എന്നിട്ട് ഞങ്ങൾക്ക് എന്തിനാ ഇങ്ങനെ സംഭവിച്ചത്? ഞങ്ങളുടെ കുടുംബത്തിന് എന്തിനാ ഇങ്ങനെ സംഭവിച്ചത്? ഒന്നുമില്ല നീക്കി പറയാൻ, സീറോയിൽ നിൽക്കുക. എന്നിട്ടും സ്തോത്രം, മടങ്ങി വരാൻ, ദൈവസന്നിധിയിലേക്ക് തിരിച്ചു വരാൻ മനസ്സില്ലാതെ മറുതലിച്ചു നിൽക്കുക. ഈ പ്രവാചകൻ പറയുക, എന്നാൽ ഇപ്പോഴെങ്കിലും. അതേ, താമസിച്ചിട്ടില്ല കേട്ടോ. ഇപ്പോഴെങ്കിലും ഈ പ്രഭാതകാലം എന്നെ കേൾക്കുമ്പോൾ വ്യക്തിപരമായിട്ട് വിവേചിച്ച് ദൈവത്തിന്റെ ആത്മാവ് പറയും, ഇപ്പോഴെങ്കിലും. താമസിച്ചിട്ടില്ല, ഇപ്പോഴെങ്കിലും, ഇപ്പോഴെങ്കിലും ഹൃദയത്തെ കീറി ദൈവസന്നിധിയിലേക്ക് നീ മടങ്ങി വരുവാൻ തയ്യാറായി കഴിഞ്ഞാൽ, സ്തോത്രം, മടങ്ങി വരുവാൻ തയ്യാറായി കഴിഞ്ഞാൽ 2:25 വായിച്ചു. 2:25 വായിക്കാം. നോക്കാം. നീ മടങ്ങി വരുവാൻ അവൻ ഇസ്രായേലെ തയ്യാറായി കഴിഞ്ഞാൽ, ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എൻ്റെ മഹാസൈന്യമായ വെട്ടുക്കിളിയും വെട്ടിലും തുള്ളലും പച്ചപ്പുഴുവും തിന്നുകളഞ്ഞ സംവത്സരങ്ങളെ ഞാൻ നിങ്ങൾക്ക് പകരം. ജീസസ് കൂടെയുണ്ടോ? സ്തോത്രം. തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. ഐ വിൽ ഗീവ് യു ബാക്ക് വാട്ട് യു ലോസ്റ്റ്. നിനക്കെന്താണോ നഷ്ടപ്പെട്ടത്, പകരം ഞാൻ നൽകും. ഇപ്പോഴെങ്കിലും. ഒറ്റ കാര്യമേ എനിക്ക് പറയാനുള്ളൂ, ഇപ്പോഴെങ്കിലും നീയൊന്ന് തിരിച്ചു വരണം. ഇസ്രായേലേ, നീയൊന്ന് തിരിച്ചു വരണം. നീ ഇപ്പോൾ സീറോയിലാണ് നിൽക്കുന്നത്. മറുതലിച്ചു നിൽക്കരുത്. വചനത്തോട് മറുതലിക്കരുത്, സാന്നിധ്യത്തോട് മറുതലിക്കരുത്. അത് പറയുവാൻ ഒരുപാട് കണക്കുകൾ നിനക്കുണ്ട്, അതൊന്നും നിരത്തി വെക്കരുത്. എല്ലാം മാറ്റി വെച്ചിട്ട് കർത്താവിനോട് പറ, അടിയനിതാ വരുന്നു. വസ്ത്രങ്ങളെയല്ല, ഹൃദയത്തെ തന്നെ കീറി ഒരു പൂർണ്ണ മനസ്താപത്തോടെ മടങ്ങി വരുന്നു. എനിക്ക് നഷ്ടപ്പെട്ടതിനെ മടക്കി തരണമേ എന്ന് പറഞ്ഞു. ദാവീദ് പറഞ്ഞതുപോലെ, നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണം, എനിക്ക് തിരികെ തരണം. ആരൊക്കെയോ ഇന്ന് പ്രഭാതകാലം ആ ഒരു സന്തോഷം നഷ്ടപ്പെടുത്തിയിട്ട് എന്നെ കേൾക്കുന്നുണ്ട് കേട്ടോ. രക്ഷയുടെ സന്തോഷം അതെനിക്കൊന്ന് തിരികെ തരണം, എന്നെ ഒന്ന് മടക്കി വരുത്തണം. കർത്താവ്, ഞാൻ നിനക്ക്, യഹോവ പറയുക, ഞാൻ നിനക്ക് പകരം നൽകും. 2:18 കൂടെ വായിച്ചു. ഇന്ന് പ്രഭാതകാലത്ത് വചന സന്ദേശത്തെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നോക്കാം. അങ്ങനെ യഹോവ തൻ്റെ ദേശത്തിന് വേണ്ടി തീഷ്ണത കാണിച്ച് തൻ്റെ ജനത്തെ ആദരിച്ചു. മതി, സ്തോത്രം. തൻ്റെ ദേശത്തിന് വേണ്ടി തീഷ്ണത കാണിച്ച് തൻ്റെ ജനത്തെ ആദരിച്ചു. നമുക്ക് തീഷ്ണത കാണിച്ച് സ്വർഗത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ വേണ്ടി പോകുക. തീഷ്ണതയോടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട് നിങ്ങൾക്കറിയാം അല്ലെ. തീഷ്ണതയോടെ നമ്മളൊരു കാര്യം തീഷ്ണതയോടെ ചെയ്യുമ്പോൾ അതിനെത്രത്തോളം പെർഫെക്ഷൻ ഉണ്ടാകും. സാധാരണ ഒരു വ്യക്തി, ഒരു മനുഷ്യൻ ഒരു കാര്യം തീഷ്ണതയോടെ ചെയ്ത് കഴിയുമ്പോൾ അതിനെത്രത്തോളം പെർഫെക്ഷൻ ഉണ്ടാകും. ഇവിടെ വചനം പറയുന്നത്, യഹോവയായ ദൈവം തീഷ്ണതയോടുകൂടെ തൻ്റെ ജനത്തെ ആദരിക്കും. അത് മാത്രമല്ല വചനം പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് നഷ്ടമായതിന്
പകരം നൽകും. മനുഷ്യനല്ല, ദൈവം പറയുന്നത്. നമ്മുടെ കരത്തിൽ നമുക്ക് ആരെങ്കിലും നിമിത്തം എന്തെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പകരം തരാമെന്ന് പറയുമ്പോൾ നമ്മൾ ആശ്വസിക്കാനിടയായിത്തീരും. അതിന് തക്കതായിരിക്കും അവർ പകരം നൽകുവാനും ഇടയായിത്തീരുന്നത്. ഇവിടെ പറയുന്നത് ഒരു മനുഷ്യനെ നികത്താൻ കഴിയാത്ത രീതിയിലുള്ള നഷ്ടമാണ് ഇസ്രായേലിൽ ഉണ്ടായിരിക്കുന്നത്. എന്നാൽ സ്വർഗം പറയുകയാണ്, നിനക്ക് നഷ്ടപ്പെട്ട സമയമുണ്ടല്ലോ. ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ നഷ്ടപ്പെട്ട ആ സമയമുണ്ടല്ലോ, നഷ്ടപ്പെട്ട വർഷങ്ങളുണ്ടല്ലോ, നഷ്ടപ്പെട്ട അധ്വാനമുണ്ടല്ലോ, നിനക്ക് നഷ്ടപ്പെട്ട ആ 70 വർഷമുണ്ടല്ലോ, ആ നഷ്ടപ്പെട്ട ആ വയൽ പ്രദേശമുണ്ടല്ലോ, ആ കന്നുകാലികളുണ്ടല്ലോ, ആട്ടുമാട്ടുകളുണ്ടല്ലോ, നഷ്ടപ്പെട്ട മുന്തിരിത്തോട്ടമുണ്ടല്ലോ, ഇസ്രായേലിലെ നഷ്ടപ്പെട്ട ആലയമുണ്ടല്ലോ, നഷ്ടപ്പെട്ട ആരാധനയുണ്ടല്ലോ, ഐഡകൾക്ക് ആരാധന, നഷ്ടപ്പെട്ട വിശുദ്ധ ജീവിതമുണ്ടല്ലോ, നഷ്ടപ്പെട്ട ആരാധന ജീവിതമുണ്ടല്ലോ, നഷ്ടപ്പെട്ട ദൈവവുമായിട്ടുള്ള ബന്ധമുണ്ടല്ലോ. യേശുവിന്റെ നാമത്തിൽ ഞാൻ മടക്കി തരും. ആത്മാവിൽ അതിനെ റിസീവ് ചെയ്തു. ചിലരുടെ മേൽ ഇന്ന് പകൽക്കാലം ഒരു മടങ്ങിവരവിന്റെ നീ ആദ്യ സ്നേഹത്തിലേക്കുള്ള മടങ്ങിവരവിന്റെ ആദ്യ കാലങ്ങളിലുള്ള നിന്റെ പ്രാർത്ഥന ജീവിതത്തിലേക്കുള്ള മടങ്ങിവരവിന്റെ, ആരാധനയിലേക്കുള്ള മടങ്ങിവരവിന്റെ, നിന്റെ സ്തോത്രം സാമ്പത്തിക നന്മയിലേക്കുള്ള മടങ്ങിവരവിന്റെ, അതേ സ്തോത്രം നീ ചെയ്യുന്നത് സകലതും സാധിക്കുമെന്ന് വചനം പറയുന്ന മടങ്ങിവരവിലേക്ക് സ്വർഗം ചിലരെ പകരം നൽകി അനുഗ്രഹിക്കുവാൻ വേണ്ടി പോകുക. നഷ്ടപ്പെട്ടതിന് പകരം നൽകി, അതായത് സ്തോത്രം നീ നഷ്ടപ്പെട്ടത് സകലതും മറന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന രീതിയിൽ സ്വർഗം നിന്റെ നഷ്ടത്തെ നികത്തി നിനക്ക് തരുമെന്ന തീഷ്ണതയോടെ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് കർത്താവ് യഹോവയായ ദൈവം നമുക്ക് വേണ്ടി തീഷ്ണതയോടെ പ്രവർത്തിക്കും. വേഗത്തിൽ കാര്യങ്ങൾ സംഭവിക്കും. വേഗത്തിൽ ഒരു കാര്യം മനുഷ്യൻ ചെയ്തു കഴിഞ്ഞാൽ മേ ബി അതിന് പെർഫെക്ഷൻ ഇല്ലാതെയാകാം. പക്ഷെ ഇവിടെ വേഗത്തിൽ തീഷ്ണതയോടെ കാര്യം ചെയ്യുന്നത് യഹോവയായ ദൈവമായതുകൊണ്ട് ചെയ്യുന്ന എല്ലാ കാര്യത്തിനും പെർഫെക്ഷൻ ഉണ്ടാകുക. നിന്റെ കുടുംബ കാര്യം അവൻ തീഷ്ണതയോടെ പരിഹരിക്കും. നിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് തീഷ്ണതയോടെ പരിഹരിക്കും. നിന്റെ ഭാവി കാര്യം തീഷ്ണതയോടെ സ്വർഗം പരിഹരിക്കും. നിന്റെ ശാരീരിക ബലഹീനതയുടെ കാര്യം തീഷ്ണതയോടെ സ്വർഗം പരിഹരിക്കും. നിന്റെ ആത്മീയ ജീവിതത്തിൽ ഇപ്പോഴത്തെ ശോഷിപ്പ് തീഷ്ണതയോടെ വിശ്വസിക്കാം. ഇപ്പോഴെങ്കിലും ഒറ്റ കാര്യമേ സ്വർഗം പറയുന്നുള്ളൂ, ഇപ്പോഴെങ്കിലും. ഇസ്രായേലേ വാ എൻ്റെ അടുത്തേക്ക്, ഇസ്രായേലേ എൻ്റെ സ്നേഹത്തിലേക്ക് മടങ്ങി വാ, എൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വാ. ഞാൻ നിനക്ക് എൻ്റെ രക്ഷയുടെ സന്തോഷം തിരികെ നൽകും. സന്തോഷവും സ്തോത്രം ആനന്ദവും നിന്റെ ഉള്ളത്തിൽ ഞാൻ നിറയ്ക്കും. സ്തോത്രം യേശുവിന്റെ നാമത്തിൽ. കളപ്പുര മുഴുവൻ ഇടിഞ്ഞു കിടക്കുകയാണ്. പാണ്ഡികശാലികൾ ശൂന്യമായിരിക്കുകയാണ്. പ്രതീക്ഷിക്കാൻ ഒന്നുമില്ല. സ്തോത്രം പല രീതിയിൽ പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കാത്ത വിധങ്ങളില്ല, ഉപവസിക്കാത്ത രീതികളുമില്ല. പല രീതിയിൽ പ്രാർത്ഥിച്ചു, പല രീതിയിൽ ഉപവസിച്ചു, പലരും പറയുന്ന രീതിയിൽ ചെയ്യാനിടയായി, കണ്ണുനീരൊഴുക്കാനിടയായി. എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതെല്ലാം ഞാൻ ചെയ്തു. എന്നിട്ടും ഈ സീറോയിൽ നിന്ന് മേപ്പോട്ട് കയറാൻ, ഇതിൽ നിന്ന് പുറത്തു വരുവാൻ എനിക്ക് കഴിയുന്നില്ല. കർത്താവ് പറയുക തീഷ്ണതയോടുകൂടെ, യഹോവയായ ദൈവം പറയുക തീഷ്ണതയോടുകൂടെ നിന്നെ ഞാൻ കരത്തിലെടുക്കുവാൻ വേണ്ടി പോവുകയാണ്. നിനക്ക് നഷ്ടപ്പെട്ടത് മുഴുവൻ നിനക്ക് മടക്കി നൽകി, നിന്റെ നഷ്ടത്തെ മുഴുവൻ മറക്കുന്ന രീതിയിൽ നിന്റെ ജീവിതത്തെ ഞാൻ അനുഗ്രഹമാക്കി തീർക്കുവാൻ വേണ്ടി പോകുക. പ്രാർത്ഥിച്ചു, ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു. കർത്താവ് ഇന്ന് പകൽക്കാലം നമ്മളോട് ഇടപെട്ട എല്ലാ വിധങ്ങൾക്കുമായി ഞാൻ കർത്താവിന് നന്ദി പറയുക. അതെ, നിങ്ങൾ വീണതുപോലെയല്ല നാം എഴുന്നേൽക്കുവാൻ വേണ്ടി പോകുന്നത്. അതെ, മലമുകളിൽ കയറിയതുപോലെയല്ല മലമുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്നത്. മരുഭൂമികൾ കടന്നു പോയതുപോലെയല്ല മരുഭൂമിയിൽ നിന്ന് മടങ്ങി വരുന്നത്. യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുക. ഒരു വലിയ മാറ്റം ഇന്ന് പ്രഭാതകാലം സംഭവിക്കുന്നു. ഐ സെൻസ് ദ പ്രസൻസ് ഓഫ് ഗാഡ് ഈസ് മൂവിംഗ് വിത്ത് ദിസ്. എല്ലാ പ്രഭാതകാലം നമ്മുടെ ഓൺലൈൻ സർവീസിൽ വലിയ ദൈവ സാന്നിധ്യം ചലിക്കുന്നുണ്ട്. ആഗ്രഹമുള്ള ദൈവജനം വചനം കേൾക്കാൻ കടന്നു വരുന്നത് കൊണ്ടാണ് കേട്ടോ. വചനത്തിൻ്റെ ദൂതുകളെ, വെളിപ്പാടുകളെ അമിഷ്ടം സ്വർഗം തുറന്നു തരുന്നത്. സ്വർഗം നിങ്ങളെ നിറയ്ക്കട്ടെ, അനുഗ്രഹത്തോടെ വഴി നടത്തട്ടെ. നിങ്ങളുടെ നഷ്ടങ്ങളെ എൻ്റെ സ്വർഗം പകരം നൽകും, നികത്തി നൽകും. നിങ്ങൾ അമിഷ്ടോത്രം നിങ്ങളുടെ നഷ്ടങ്ങളെ സകലത്തെയും മറക്കുന്ന വിധത്തിൽ നിങ്ങളുടെ പാണ്ഡികശാലകൾ പണിയപ്പെടും, നിങ്ങളുടെ കളപ്പുരകൾ പണിയപ്പെടും. നിങ്ങൾ അവിശ്വതം നന്മകൾ അനുഭവിക്കും. നിങ്ങൾ പാണ്ഡികശാലകൾ പണിയപ്പെടും. അർത്ഥം നിങ്ങളുടെ സേവിങ്സുകൾ വീണ്ടും ബിൽഡ് ചെയ്യപ്പെടും. അതിനെ റിസീവ് ചെയ്തു. ആമൻ പറഞ്ഞ് റിസീവ് ചെയ്തു. നിങ്ങളുടെ സേവിങ്സുകൾ വീണ്ടും ബിൽഡ് ചെയ്യപ്പെടും.
നിങ്ങളുടെ കളപ്പുരകൾ അതിന് നിറയപ്പെടും. ഇനി നിന്റെ കരം ചോർച്ചയുള്ള കരമാണെന്ന് ആരും പറയത്തില്ല. നിന്റെ കരം ചോർച്ചയുള്ളതാണെന്ന്, നിന്റെ പോക്കറ്റ് ചോർച്ചയുള്ളതാണെന്ന് ആരും പറയത്തില്ല. ആ രീതിയിൽ എൻ്റെ സ്വർഗം നിന്നെ നിറയ്ക്കും. അതെ, സ്വർഗം നിന്നെ നിറയ്ക്കും. പ്രാർത്ഥിച്ചു, കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ഇപ്പോഴെങ്കിലും ഇസ്രായേലേ, വസ്ത്രങ്ങളെ അല്ല ഹൃദയങ്ങളെ കീറി എൻ്റെ അടുക്കിലേക്ക് വരുവാൻ നീ തയ്യാറായി കഴിഞ്ഞാൽ ഞാൻ നിനക്ക് വേണ്ടി തീഷ്ണതയോടെ പ്രവർത്തിക്കും. ആരുടെ വാക്ക്? യോബേൽ പ്രവാചകന്റെ വാക്കല്ല, യഹോവയായ ദൈവത്തിൻ്റെ ഉറപ്പ്. തീഷ്ണതയോടെ ഞാൻ പ്രവർത്തിക്കും. നിനക്ക് നഷ്ടമായതിന് ഞാൻ പകരം നൽകും. ദൈവം പകരം നൽകി കഴിയുമ്പോൾ ഒന്ന് നമ്മൾ പറയും, ഇതിനു വേണ്ടി അത് നഷ്ടമായത് വലിയൊരു നഷ്ടമല്ല കേട്ടോ. മനസ്സിലായോ? ഇതിനു വേണ്ടി ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചത് ദൈവം നമ്മുടെ കരത്തിൽ നൽകുമ്പോൾ നമ്മൾ സാക്ഷ്യം പറയും, ഇത് നേടുവാൻ വേണ്ടി അത് നഷ്ടമായതുകൊണ്ട് അതെനിക്ക് നഷ്ടമായിട്ട് തോന്നുന്നില്ല. നമ്മൾ പറയും. എല്ലാ കാര്യത്തിലും അത് സ്വതന്ത്രം ചലിക്കുവാൻ വേണ്ടി പോകുന്നു. വിശ്വസിക്കുക. ഒരു വാക്കിൽ പ്രാർത്ഥിച്ച് ഈ മോർണിംഗ് സർവീസ് അവസാനിപ്പിക്കാൻ ക്രിസ്തുവിൽ ശരണപ്പെടുക. കർത്താവേ, ഈ പ്രഭാതകാലം ഈ വചനം കേൾക്കാൻ ഈ ഓൺലൈൻ സർവീസിൽ എന്നോടുകൂടെ ചേർന്ന എല്ലാ സഹോദരങ്ങളെ ഞാൻ ബ്ലസ് ചെയ്യും, മനസ്സ് നിറഞ്ഞ് ബ്ലസ് ചെയ്യുന്നു. ജയസിസ്റ്റിനായി, ആശ അമിസിസ്റ്റിനായി സ്തോത്രം ചെയ്യുന്നു. അമൻ ദർശനിക്കായി സ്തോത്രം ചെയ്യുന്നു. ഗ്ലാഡി അമിസിസ്റ്റിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ മേരി സിസ്റ്റിനായി സ്തോത്രം ചെയ്യുകയാണ്. കർത്താവ് ഇവരെ ബ്ലസ് ചെയ്യണം. ആഷ് അമൻ ബ്രദറിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ബ്ലസ് ചെയ്യണം. ഇവരെല്ലാം ആയിരിക്കുന്ന മേഖലകളിൽ കർത്താവ് നിന്റെ കരം ചലിക്കണം. ഭവനം വിട്ട് വിദൂരത്തിൽ വിദ്യാഭ്യാസത്തിലായിരിക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ കരം ചലിക്കും. സ്തോത്രം. നിങ്ങളുടെ അകത്തളത്തിലുള്ള സകല ഭയങ്ങളുമെല്ലാം സ്വർഗം നീക്കി സാമ്പത്തിക വഴികൾ നിങ്ങൾക്ക് വേണ്ടി സ്വർഗം തുറന്നു തരും. ശോഭ സിസ്റ്ററെ ബ്ലസ് ചെയ്യുന്നു. കർത്താവെ, ഇവരെ അങ്ങ് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. എല്ലാ ദിവസവും കൂടെ ലൈവിൽ കടന്നു വരുവാൻ ഇവർ കാണിക്കുന്ന എല്ലാ ഉത്സാഹത്തിനുമായി നന്ദി പറയും. ഇവരുടെ അഭിഷേകത്തിന്മേൽ തീഷ്ണതയോടെ ഈ ദിവസങ്ങളിൽ സ്വർഗം പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം. തലമുറകളുടെ സാമ്പത്തിക ശാരീരിക വിഷയങ്ങളുടെ മേൽ തീഷ്ണതയോടെ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി, ഇവർക്ക് നഷ്ടമായതിനെ സ്തോത്രം പകരം കൊടുക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ഈ ദിവസങ്ങളിൽ സ്വർഗം വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം. വചനം ഇവരുടെ ജീവിതത്തിൽ എക്സ്റ്റാബ്ലിഷ് ആകട്ടെ. അത്ഭുതകരമായ സ്വർഗം വഴി നടത്തും. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. ദൈവഹിതം നിറവേറട്ടെ. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ ഷെയർ ചെയ്യുക. നമ്മുടെ ഈ മോർണിംഗ് 7 o'clock ഓൺലൈൻ സർവീസിനെ കുറിച്ച് മറ്റുള്ളവരെ അറിയിക്കുക. വചന സന്ദേശം കേട്ട്, വചനത്തിൻ്റെ ദൂതുകൾ കേട്ട് ഒരു പ്രഭാതകാലം തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവരെ ഈ ഒരു സന്ദേശത്തെക്കുറിച്ച് അറിയിക്കുക. വചനത്തിൻ്റെ വെളിപ്പാടുകൾ കർത്താവ് തുറന്നു തരും. അത്ഭുതകരമായിട്ട് കർത്താവ് നമ്മളെ വഴി നടത്തും. ഇത് നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, മറ്റുള്ളവരോട് അറിയിക്കാൻ മറക്കരുത്. ഇത് നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും, ബ്ലെസ്സിങ് ആയിരിക്കും. കർത്താവിൻ്റെ വരവ് താമസിക്കുകയാണെങ്കിൽ വീണ്ടും മൺഡേ പ്രഭാതകാലം 7 മണിക്ക്, സൺഡേ നമുക്ക് ആരാധന ഉള്ളത് കൊണ്ട് മൺഡേ പ്രഭാതകാലം 7 മണിക്ക് നമ്മൾ ഒരുമിച്ച് കൂടും. ഇഷ്ടം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയർ മാറ്റേഴ്സ് പേഴ്സണലി ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. ഐ തിങ്ക് കമൻറ്റ് ബോക്സിൽ എൻ്റെ നമ്പർ പിൻ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വാട്സപ്പിൽ നിങ്ങളുടെ പ്രയർ മാറ്റേഴ്സ് സ്പെൻഡ് ചെയ്യാം. പ്രാർത്ഥനയ്ക്കായി വിളിക്കാം. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. വരവിനായി നമുക്കൊരുങ്ങാം. വരവ് താമസിക്കുകയാണെങ്കിൽ ഒരുമിച്ച് മൺഡേ മോർണിംഗിൽ കാണാം. അല്ലെങ്കിൽ ഇഷ്ടത്തിന് വരവ് സംഭവിക്കുന്നെങ്കിൽ നിത്യതയിൽ നമുക്ക് ഒരുമിച്ച് കാണാം. കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്താം. കഷ്ടതയും പട്ടിണിയും ദുഃഖവും പരിവട്ടവും കണ്ണുനീരും ഒന്നും ഇല്ലാത്ത ഒരു ദേശം നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിട്ടുണ്ട്. പ്രത്യാശ കൈവിട്ട് കളയരുത്. ഈ ദൈവത്തെ വിട്ട് എങ്ങും പോകരുത്. അഭിഷേകത്തെ മുറുകെ പിടിക്കുക. സാന്നിധ്യം നമ്മോടുകൂടെ ചലിക്കും. അത്ഭുതം സ്വർഗം നമുക്ക് വേണ്ടി ചെയ്യും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മാറാനാഥ, നമ്മുടെ കർത്താവ് വേഗം വരുവാൻ വേണ്ടി പോകുന്നു. God bless you all.